പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പുകവലി ജീവൻ നഷ്ടപ്പെടുത്തും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. രാവിലെ 4 റൌഡികളെ പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട പോലീസുകാർ വെടിവെച്ച് വീഴ്ത്തിയ ഭയാനക സംഭവം നടന്നതിൽ പൊതുജനങ്ങളിൽ ഭീതി ഉണർത്തിയിരിക്കുകയാണ്. രാംലാൽ സേട്ടിന്റെ കൊലപാതകത്തിൽ മാപ്പുസാക്ഷിയായി മാറിയ ശങ്കറിനെ കൊല ചെയ്യുവാൻ ആ 4 പേർ ശ്രമിച്ചിരുന്നതായി പത്രസമ്മേളനത്തിൽ പോലീസ് മേധാവി അറിയിച്ചു. കൃഷിസ്ഥലങ്ങൾ കയ്യേറി നികത്തി 500 കോടി രൂപ മുതൽ മുടക്കിൽ ആഡംബര വാഹനങ്ങൾ നിർമ്മിക്കുവാൻ ഒരു ജർമ്മൻ കമ്പനി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി പൊതുപ്രവർത്തകനായ ശ്രീ ശിവാനന്ദൻ മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു. 500 കോടിയിലേറെ മുതൽ മുടക്കുള്ള ഈ കാർ ഫാക്ടറിയിൽ 1000-ലധികം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ സർ. കൃഷിഭൂമിയിൽ കാർ നിർമ്മിക്കാൻ തുടങ്ങിയാൽ നെല്ലും ഗോതമ്പും ഒക്കെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുമോ? ചർച്ചകളെല്ലാം അവസാനിച്ചല്ലോ സർ. അടുത്ത നടപടി എന്താണ്? എന്റെ ശരീരത്തിൽ ശ്വാസമുള്ള കാലം വരെ കാർ ഫാക്ടറി വരാൻ അനുവദിക്കില്ല. ഈ ശിവാനന്ദന്റെ കാര്യം വഷളായിക്കൊണ്ടിരിക്കുക. മധുര നഗറിൽ കാർ ഫാക്ടറി തുടങ്ങാൻ ഗവൺമെന്റ് സാങ്ഷൻ കൊടുത്തതാണ്. ഇയാളത് വരാതിരിക്കാൻ വേണ്ടി സമരം ചെയ്യുക. ഇപ്പോൾ അയാളുടെ സമരം മരണം വരെ നിരാഹാരം കിടക്കുക എന്നുള്ളതാണ്. ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ പ്രശ്നമായി മാറും. രണ്ടാഴ്ചക്കകം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വിസിറ്റ് ചെയ്യാനിരിക്കുക. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പ്രൈം മിനിസ്റ്റർ വരുന്ന വഴിയിൽ നിന്ന് കരിങ്കൊടി കാണിക്കാനാണ് അവരുടെ പ്ലാൻ. PM സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ആരാ? ഐ വാണ്ട് യുവർ ബെസ്റ്റ് മാൻ ടു ഹാൻഡിൽ ദിസ്. പറയുന്നത് കേക്ക്. ലാസ്റ്റ് വാർണിംഗ്, പുറത്തു വന്ന് സറണ്ടർ ആക്. രാമനാഥ് മർഡർ കേസിലെ 4 പേരും മാപ്പുസാക്ഷി ശങ്കറെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ശങ്കറിനുള്ള സെക്യൂരിറ്റി ഏതോ ഒരു ഭ്രാന്തൻ എടുത്തു കളഞ്ഞു. ആ സെക്യൂരിറ്റി എടുത്തു കളഞ്ഞ ഭ്രാന്തൻ ഞാൻ തന്നെയാണ്. സോറി ചീഫ്. അവര് ശങ്കറിനെ കൊല്ലാൻ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. സോ സെക്യൂരിറ്റി അവിടെ വിഡ്രോ ചെയ്തിട്ട് അക്യൂസ്ഡിനെ ഇവിടെ എത്തിച്ചു. അതാണോ ചീഫ് ചെയ്തത്? ശത്രുക്കളെ അവൻ ജയിക്കാൻ പോവുകയാണെന്ന് വിശ്വസിപ്പിച്ച് എവിടെയെങ്കിലും കുടുക്കി അറ്റാക്ക് ചെയ്യണം. പുറത്തു വന്ന് സറണ്ടർ ആകാനാണ് പറഞ്ഞത്. We will do one thing. ഓരോ ഫ്ലോറിലും 3 ഓഫീസേഴ്സ് നിർത്തും. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കണം. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ താഴെ നമ്മുടെ ആളുകൾ ഉണ്ടാവണം. ലാസ്റ്റ് വാണിംഗ് ഇപ്പൊ തന്നെ 10 പ്രാവശ്യം ഇയറിംഗ്സ് പുതിയതാണോ? കണ്ടായിരുന്നല്ലേ? താങ്ക്സ് ചീഫ്. കഴുകന്റെ കണ്ണ്. അതാണ് പോലീസ് ഗൺ. ലോഡഡ് ഗൺ. രഞ്ജിത്ത്, ഞാൻ ചീഫ് സെക്രട്ടറിയുടെ കൂടെ ഇരിക്കുകയാണ്. അർജന്റായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. ഞാനൊരു അസൈൻമെന്റിലാണ്.
എന്തോ അത്യാവശ്യ കാര്യം ചെയ്യുകയാണ് സാർ. അതെന്ത് അത്യാവശ്യ കാര്യമാണെന്നാണ് സാർ ചോദിക്കുന്നത്? തല പോകുന്ന കാര്യമാണ് സാർ. തല പോകുന്ന കാര്യമാണ് സാർ. എനിക്കും അങ്ങനെ തന്നെയാ. ശിവാനന്ദന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെയും തല പോവും. എത്ര സമയമെടുക്കും രഞ്ജിത്ത്? 4 കൊലപാതകങ്ങളുണ്ട് വിത്ത് ആംസ്. 8 നിലയുള്ള ബിൽഡിംഗിൽ ഒളിച്ചിരിക്കുക. ഷുവർ. 5 മിനിറ്റ് സാർ. ജോലി തീർത്തിട്ട് തിരിച്ചു വിളിക്കും. Joe, no! Come on. വീരശൂരനോ നീ വാടാ ധീരനാ, ആരടാ നീ ആരടാ, മുന്നിൽ വാടാ കാണുവാ, കണ്ണിൽ നീ നോക്കടാ, കണ്ണിൻ മുന്നിൽ നിൽക്കടാ, കയ്യിൽ നിന്നെ കിട്ടിയ കണ്ടം തുണ്ടം നീയോ ഞാനോ വാടാ നോക്കിടാ, തോക്കിൻ തുമ്പിൽ തോക്കാൻ ആരും കാണാതെ നീ ഓടി എന്നാൽ നിഴലായി ഞാനുണ്ടടാ, ആരും ഞാനെന്ന ചിന്തയില്ലാതെ തീക്കളിയാടാതെ നീ കാണാ ദൂരം നീയും പോകാൻ നോക്കടാ, മുന്നിൽ തടയാനെത്തും വേഗം ഞാനടാ. കൃഷി നശിച്ച കർഷകർക്കെല്ലാം സബ്സിഡി നിരക്കിൽ വിത്തും വളവും നൽകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ഉറപ്പു നൽകിയത് ഹർഷാരവത്തോടെയാണ് കർഷകർ ഏറ്റുവാങ്ങിയത്. രഘു, ഇയാളുടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തോ? ചെയ്തു കഴിഞ്ഞു സാർ. കംപ്ലൈന്റ് എഴുതി കൊടുത്തതല്ലേ? പോ 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 ചെല്ല് പോ. ഹലോ സാർ, ഇത് തന്റെ ബാഗാണോ? എൻ്റെ അല്ല സാർ. മാഡം നിങ്ങളുടെ ആണോ? ഇല്ല, എന്റെ അല്ല. പിന്നെ ആരുടെ ബാഗ്? രഘു സർ, ഇത് ആരാ കൊണ്ടുവച്ചെന്ന് കണ്ടോ? അറിയില്ല സാർ.
സ്റ്റേഷൻ വിട്ട് എല്ലാവരും പുറത്തു പോകാൻ പറ. ബോംബ് സ്ക്വാഡിനെ കോൺടാക്ട് ചെയ്യും. ആരോ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയതാ. CCTV ചെക്ക് ചെയ്തില്ലേ? അടയാർ പോലീസ് സ്റ്റേഷനിലെ CCTV വർക്ക് ചെയ്യില്ല. ആടിന്റെ മുഖം മൂടി അണിഞ്ഞ ചുവപ്പ് ഷർട്ടുകാരൻ. ഷർട്ട് അഴിച്ചിട്ട് നോക്കിയപ്പോൾ പാവിയുടെ നെഞ്ചിൽ 4 ദ്വാരം, ആണി കൊണ്ട് അടിച്ച മാതിരി. പാവയുടെ പുറകിൽ 4 ഡിജിറ്റ് നമ്പർ ഉണ്ട്, പക്ഷെ അത് എന്ത് കോഡാണെന്ന് മനസ്സിലാവുന്നില്ല. ആ 4840 അവസാനിക്കുന്ന ഏതൊരു നമ്പറിലേക്ക് ഫോൺ ചെയ്ത് നോക്കി. ആരുടെ നമ്പർ അത്? ഏതോ മസാജ് പാർലർ. എന്തെങ്കിലും അത്യാവശ്യം വന്നാലെന്ന് ഓർത്ത് ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി, ഇതിനെതിനാ തൂക്കിയിട്ടിരിക്കുന്നത്? ആരെങ്കിലും തൂക്കിക്കൊല്ലാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള വല്ല ഞാൻ അത് ചെക്ക് പ്രതിഷേധമാണോ? ചെയ്തായിരുന്നു. ഡെത്ത് സെന്റൻസ് ഒന്നും ഇപ്പോഴില്ല. കൊലപാതക ഭീഷണിയായിരിക്കോ? ആർക്ക്? ഏതെങ്കിലും ഒരു VIP-ക്ക് നമുക്ക് ക്ലൂ തന്നിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതായിരിക്കും. ഇതാരെങ്കിലും തമാശയ്ക്ക് ചെയ്തായിരിക്കും. ഒരു പാവി വെച്ചിട്ട് എന്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്താനാ? ഇത് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും തൂക്കിയിട്ടേക്കാം. ഈ വീടിന് മുമ്പിലൊക്കെ തൂക്കിയിടും പോലെ കണ്ണും തട്ടില്ല, നല്ല രസമായിരിക്കും. നമ്മുടെ ഓഫീസിൽ എന്തിനാ കോലം കെട്ടി വെക്കുന്നത്? അത് ശരിയാ, ഒരെണ്ണം തന്നെ അധികം. ഒന്ന് പോടാ. I didn't mean that. Hi Rocky, how are you? Come. Goodbye. ഹായ് ഏട്ടാ. Hi. നിന്റെ ഹെയർ കട്ട് ചെയ്തോ? നെക്സ്റ്റ് വീക്ക്. ജിം? നമ്മുടെ രണ്ടുപേരുടെ ഇനിഷ്യൽ മാത്രമേ ഒരുപോലെ ഉള്ളൂ. ഞാൻ നമ്മുടെ അമ്മയെ പോലെ മടിയനാ. അതെനിക്ക് നന്നായി അറിയാലോ. ബിഗ് ബ്രോ, ഒരു സെൽഫി. ഏയ് ബ്രോ, ആ പെർഫ്യൂം മാറ്റിയോ? താങ്ക് യു. ആ പിന്നെ ആ പെണ്ണിന്റെ പേരെന്തായിരുന്നു? ആ ലീന. എങ്ങനെ ഇരിക്കുന്നു? ലീനായിട്ട് ആ, എന്നിരിക്കുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി മീറ്റ് ചെയ്യാറില്ലേ? വീട്ടിലെങ്കിലും ചേട്ടനായിട്ടിരിക്കെ, പോലീസ് ആവാതെ പ്ലീസ്. മൂവിക്ക് പോവാണോ? അതെങ്ങനെ മനസ്സിലായി? കുളിക്കാൻ പോകുന്നത് പോലും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമല്ലോ. കാറിലാണോ പോകുന്നത്? ബൈക്ക്. ഹെൽമെറ്റ് ഒരെണ്ണം എക്സ്ട്രാ എടുത്തോ, ലീനയ്ക്ക്. അത് വണ്ടിയിലുണ്ട്. ചേട്ടന് സമ്മതിക്കണം. Take care. ബൈ. May I come in, please? Hey, my sweetheart. മാഡം ബിസിയാണോ? കുറച്ച് പ്രോജക്റ്റ് ചെയ്യണം. പ്രോജക്റ്റ്? എഫക്റ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. നിന്റെ പ്രായത്തിൽ ഞാനൊക്കെ പച്ചക്കുതിരകളായിരുന്നു. പച്ചക്കുതിരയോ? പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ പ്രോജക്റ്റ്. ചിയേഴ്സ് ബേബി. Come soon. ഓക്കേ. Wow. ഇത് എന്ത് സംഭവിച്ചു? വിളിക്കുന്നതിന് മുൻപേ വീട്ടിൽ വന്നല്ലോ. ഇന്ന് ഇന്ത്യ പാക് വൺ ഡേ മാച്ച്. എല്ലാവരും ബിസി, നോ ക്രൈം. സോ വേഗം വന്ന് കുടുംബത്തിൽ കുറച്ചു നേരം ചെലവഴിക്കാന്ന് വെച്ചു. അവിടെ എൻ്റെ അനിയൻ അവൻ്റെ ഗേൾഫ്രണ്ടുമായി ബിസി, മോള് പ്രോജക്റ്റുമായി ബിസി, എൻ്റെ ഗേൾഫ്രണ്ട് പെയിന്റിങ്ങിൽ ബിസി. കോഫി. അവിടെ ഇരുന്ന് കോഫി കുടിച്ച് എന്റെ പെയിന്റിങ്ങിനെ പറ്റിയുള്ള ഒപ്പീനിയൻ പറയാം. ടെൽ മീ വൺ തിങ്. നിന്റെ പെയിന്റിങ് കാശ് കൊടുത്ത് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഇല്ലേ, അവർക്ക് എന്തെങ്കിലും മനസ്സിലാവോ? മനസ്സിലായല്ലേ, അവരിത് വാങ്ങുന്നത് നിർത്തും. സ്മാർട്ട്. ശരി, നിനക്കെന്തെങ്കിലും മനസ്സിലാവോ? നോക്കുന്നവരുടെ മനസ്സനുസരിച്ച് പെയിന്റിങ്ങിന്റെ അർത്ഥവും മാറും. നീ നിന്റെ ഇന്റലക്ച്വൽ ടോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതിലും ഭേദം ഞാൻ ഓഫീസിൽ ഇരിക്കുന്നായിരുന്നു. ശരി, ഇനി പറയും, നിങ്ങൾ ഈ ക്രൈംസ് ഒക്കെ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? ക്രൈംസിൽ ഒരുപാട് ക്ലൂസ് ഉണ്ടാകുമല്ലോ. അതുപോലെ പെയിന്റിങ്സ് മനസ്സിലാക്കാനും ക്ലൂസ് കിട്ടും. നന്നായി നോക്കണം. ഞാൻ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. ഇതെന്തേത്? ഓൺലി ഡേറ്റ് ആൻഡ് മന്ത്. പെണ്ണുങ്ങളുടെ വയസ്സ് ചോദിക്കാൻ പാടില്ല, പെയിന്റിങ്ങിന്റെ വയസ്സ് അറിയാനും പാടില്ല. ഞാൻ നിന്റെ വയസ്സ് എത്രയായെന്ന് ചോദിക്കില്ല. ഹലോ,
എന്താ മനസ്സിലായെന്ന് നോക്കിയിട്ട് പറയും. എന്താ നീ ഇത്ര സീരിയസ് ആയിരിക്കുന്നത്? ഇവിടെ ഈ പച്ച നിറത്തിൽ കാണുന്നില്ലേ, അത് കാട്. ഈ നീല കളറിലുള്ളതില്ലേ, അതൊരു കുളം. ശരി. ഇവിടെ ഒരു കൊല നടന്നിട്ടുണ്ട്. കൊലയോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇതാ നോക്ക്, ഇവിടെ പലയിടത്തും റെഡ് കളർ കാണുന്നില്ലേ, അത് ചോരയാ. എന്റെ ഭഗവാനെ. പിന്നെ പിന്നെ ഒരു പെണ്ണാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോക്ക്. പെണ്ണ്? ആ, എങ്ങനെ പറയാൻ പറ്റും? ഒരു ഇൻഡ്യൂഷനാണ്. ഇതാരാണെന്നറിയോ? കയ്യിൽ കത്തിയും പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഈ പെണ്ണിനെ കൊന്നിട്ട് പോവുക. എന്തൊരു സിംബോളിസം! വാട്ട് എ പെയിന്റിംഗ് യാർ. നശിപ്പിച്ചു. ഈ പെയിന്റിംഗിന്റെ തീം റൊമാൻസ് ആയിരുന്നു, അതിനെ ക്രൈം സീനാക്കി മാറ്റിക്കളഞ്ഞു. ഓ മൈ ഗാഡ്, ഇത് റൊമാൻസ് ആയിരുന്നോ? ഇനി നോക്ക്, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആ കത്തിയും പിടിച്ചോണ്ട് പോകുന്നില്ലേ, അവൻ എന്നെ പോലെ ഒരു ലവർ. മനസ്സിലായോ? അതിനപ്പുറം ഏയ് എന്തിനാ എന്നെ നോക്കുന്നു? അവിടെ നോക്ക്. ഇതുപോലെ എന്താ ഇത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. രഞ്ജിത്ത് കാളിദാസ്. ഏകാക്കിക്കുള്ളിലെ നക്ഷത്രം, നെഞ്ചിൽ സ്നേഹമുള്ള സിംഹം, വേട്ടയാടുന്ന കൈയുകളിൽ തോക്കുമാറ്റിയാൽ പൂവ്, ചുണ്ടിൽ റിവോൾവർ അല്ലയോ, അതിനുള്ളിൽ 6 മുത്തങ്ങൾ ബുള്ളറ്റോ. നീ വില്ലന്റെ ഉടലും പ്രാവിന്റെ മനസ്സും ചേരുന്ന പോലീസിന്റെ അഴക്. ഇവൻ തൊട്ടാലെ പൊട്ടാസടാ, ഒരു കിക്ക് ഒരു കിസ്, ഇവൻ തൊട്ടാലെ റൊമാൻസടാ. ഒരു കേസ് പല കേസ്, ഒരു ഫൈറ്റ് അത് റൈറ്റ്, ഇവൻ തൊട്ടാലെ പൊട്ടാസടാ. ഒരു കിക്ക് പല കിസ്, ഒരു ചെക്ക് പല മാസ്, ഇവൻ നോക്കുമ്പോൾ റൊമാൻസടാ. ഏകാക്കിക്കുള്ളിലെ നക്ഷത്രം, നക്ഷത്രം. ഞാനിതാ വരുന്നു. വീട്ടിലൊറ്റയ്ക്കിരുന്ന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് മനസ്സിലാകുന്ന പോലെ ഒരു നല്ല പെയിന്റിങ് ചെയ്തു വെക്കേ. ഉപ്പ് കാലക്കി, കായം കാലക്കി, പൊടിമഞ്ഞൾ കാലക്കി, ആളെ മയക്കി, അങ്കത്തിന് മുമ്പായി കച്ചമുറുക്കി, പിന്നെ വെണ്ടയ്ക്ക തക്കാളി വെട്ടി നുറുക്കി. ഇത് നാവിൻ തുമ്പിൽ അലിഞ്ഞിടുമോ? അത് തൊട്ടു നോക്കി അയ്യോന്ന് പറഞ്ഞിടുമോ? ഈ കത്തിമുള്ളും തോക്കിൻ കൂഴലായി വീട്ടിൽ സ്നേഹവീരനായി, അത് കൊള്ളാം ഇത് കൊള്ളാം, ഇത് ആടഴകി പൂകില്. ഏത് കേസു ഇവൻ തൊട്ടാലെ പൊട്ടാസടാ. ഒരു കിക്ക് ഒരു കിസ്, ഇവൻ തൊട്ടാലെ റൊമാൻസടാ. ഒരു കേസ് പല കേസ്, ഒരു ഫൈറ്റ് അത് റൈറ്റ്, ഇവൻ തൊട്ടാലെ പൊട്ടാസടാ. ഒരു കിക്ക് പല കിസ്, ഒരു ചെക്ക് കൊലമാസ്, ഇവൻ നോക്കുമ്പോൾ റൊമാൻസടാ. കാർ നിർമ്മാണ കമ്പനിക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുന്ന സമരസമിതിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ച സാഹചര്യത്തിൽ ലോക്ശക്തി നേതാവ് ശിവാനന്ദൻ താൽക്കാലികമായി സമരം നിർത്തിവച്ചിരിക്കുന്നു. Hello. Who is this? ആരുടെ ഈ നേരത്തെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? വെച്ചിട്ട് പോടാ.
സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ ചീഫ്. ഓ ഓ താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ birthday, ചീഫ്. Happy birthday. ഹാപ്പി Thank ബർത്ത്ഡേ. you, sir. ഹാപ്പി താങ്ക് ബർത്ത്ഡേ. യു. എന്താ സർ ഇതെല്ലാം? സർപ്രൈസ്. ബിഫോർ ദ കേക്ക് ഐ ഹാവ് ഗോട്ട് എ ഗെയിം. നമ്മുടെ ഓഫീസിലെ സ്മാർട്ട് ആൻഡ് എനർജറ്റിക് ആയ ഓഫീസർ നമ്മുടെ ചീഫാ. സോ ഇവിടെയുള്ള സോ കോൾ യങ്സ്റ്റേഴ്സ് ഇദ്ദേഹത്തോട് കോമ്പീറ്റ് ചെയ്യാൻ റെഡിയാണോ? ഹലോ ആ ഞങ്ങൾ റെഡി. എന്താ ഏത് ഗെയിമാണ്? ഐ ഡോണ്ട് വാണ്ട് ടു. കം ഓൺ ചീഫ്, അങ്ങോട്ടൊന്ന് നോക്ക്. എന്താ ഇത്? റെഡി 1 2 3. സൂപ്പർ ചീഫ്. ഈ ഓഫീസിൽ രഞ്ജിത്ത് ഡെപ്യൂട്ടി സൂപ്രണ്ടായി ജോലി നോക്കുന്ന അവസാന വർഷമാണിത്. We gonna miss you, chief. ഞാൻ എവിടെ പോയാലും എൻ്റെ ഗേൾ ഫ്രണ്ടും കൂടെ ഉണ്ടാവും. Thank you. അപ്പൊ ജോസഫോ സാർ? ജോസഫോ? വന്ദന എവിടെ പോയാലും ജോസഫ് ആ പിന്നാലെയല്ലേ പോകുന്നത്. അവനെ പ്രത്യേകിച്ച് വിളിക്കണം. അടുത്ത വർഷം ഞാൻ റിട്ടയർ ആകുമ്പോൾ രഞ്ജിത്ത് SPI പ്രൊമോഷനോടെ നമ്മുടെ ബ്രാഞ്ച് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ ആകും. ഫീൽഡ് വർക്കൊക്കെ വിട്ട് പ്രസ് കോൺഫറൻസ്, ടെലിവിഷൻ എന്നൊക്കെ പറഞ്ഞ് ജോളിയായി കറങ്ങി നടക്കില്ലേ? സർ, പ്രസ്സുകാരെ ഹാൻഡിൽ ചെയ്യാൻ ഞാനില്ല. ക്രിമിനൽസിന് വേണമെങ്കിൽ നോക്കാം. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ചീഫ് ഇതുവരെ 99 കേസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത കേസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ സെഞ്ചുറിയാ. ധോണിയുടെ ലാസ്റ്റ് ബോൾ 6 മാതിരി വലിയ പ്രമാദമായ ഒരു കേസ് സോൾവ് ചെയ്യണം ചീഫ്. യെസ്. ഐ വാണ്ട് ടു ടോക്ക് ടു യു ഇൻ പ്രൈവറ്റ്. കം. താങ്ക് യു എവരിവൺ. താങ്ക് യു ചീഫ്. ആ കേക്ക് എല്ലാവർക്കും കൊടുത്തേ. ഒരു ഇമ്പോർട്ടൻ്റ് മിഷൻ. സർ, ഈ 5 പേരെയും നമ്മൾ പല പ്രാവശ്യം അറസ്റ്റ് ചെയ്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ച് അവർ ജാമ്യത്തിലിറങ്ങി. ഈ സിറ്റിയിൽ ക്രൈംസിന്റെ റേറ്റ് കൂടാനുള്ള പ്രധാന കാരണം ഇവരാണ്. ഇതെങ്ങനെ തടയാൻ പറ്റും? സർ, അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്നും പറഞ്ഞ് ഇപ്പൊ തന്നെ നിന്റെ പേരിൽ 2-3 ഹ്യൂമൻ റൈറ്റ്സ് എൻക്വയറീസ് ഉണ്ട്. തിങ്ക്, കം അപ്പ് വിത്ത് സംതിങ് എൽസ്. ഐ ആം കൗണ്ടിങ് ഓൺ യു. സർ, എനിക്ക് ഡീറ്റെയിൽസ് എടുത്തോ? ഹൈലി കോൺഫിഡൻഷ്യൽ മിഷൻ വേഗം ചെയ്തു തീർക്കണമെന്ന് CMന്റെ ഓർഡർ ഉണ്ട്. പതിനൊന്ന് മണിക്ക് വീട്ടിൽ പോയതാണ് സാർ. എന്തോ ഒരു സംശയം തോന്നിയത് കൊണ്ട് 12:30 ആയപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് നോക്കി. ഫോൺ അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്ന സ്വഭാവക്കാരനല്ല സാർ. ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ വല്ല വീട്ടിൽ പോയതാണെന്ന് ഇല്ല തിരക്കില്ല സാർ, വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് തന്നെയാണ് പോയത്. ജോ, ഈ കഥ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ചവിട്ടിപ്പൊളിച്ച് അകത്തേറി നോക്കി, പക്ഷെ ആരും കണ്ടില്ല. ലുക്സ് ലൈക്ക് ശിവാനന്ദൻ ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടില്ല. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ ലോക് ശക്തി പാർട്ടി നേതാവുമായ ശിവാനന്ദനെ ഇന്നലെ രാത്രി മുതൽ കാണാതായിരിക്കുന്നു. ചെന്നൈ പുതുർ നഗറിലുള്ള ജർമ്മൻ കാർ നിർമ്മാണ കമ്പനിക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത് പല സന്ദേഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതാണെന്ന് സംശയമുള്ളതായി പോലീസ് അധികാരികൾ അറിയിച്ചു. കൂടുതൽ വാട്ട്സ് ഹാപ്പനിങ് ഗൈസ്? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡറാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് സമരവും നിരാഹാരവും കരിങ്കുടിയായിട്ട് നടക്കുക. 12 പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്. ഒരുപാട് പെൻഡിങ് കേസസ്. അതിലെ ലേറ്റസ്റ്റ് ഈ ജർമ്മൻകാർ കേസ്. ഗവൺമെന്റിന് വല്ല തലവേദന ആയത് കാരണം പോലീസുകാർ തന്നെ കൊന്നതാണോ എന്ന് ഒരു TV ചാനലുകാരൻ ചോദിച്ചു ചീഫ്. നീ എന്ത് പറഞ്ഞു? അവന്റെ ജെട്ടിക്കുള്ളിൽ ഒരു ബോംബ് വയ്ക്കാനുള്ള ദേഷ്യം എനിക്ക് തോന്നിയത്. ഞാനത് കൺട്രോൾ ചെയ്തിട്ട് പറഞ്ഞു, ഇതൊരു വ്യാജ ആരോപണമാണ്, ഇതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റും കൊടുത്തു. ഡിപ്ലോമാറ്റിക്. നീ എത്രയും വേഗം ഒരു DSP ആകും. താങ്ക് യു ചീഫ്. ഈ പ്രശ്നത്തിലല്ലെങ്കിലും അവന്റെ ചാനലിലെ പ്രോഗ്രാം നന്നാക്കാൻ വേണ്ടിയെങ്കിലും അവന്റെ ജെട്ടിക്കുള്ളിൽ ഒരു ബോംബ് വെക്കുന്നത് നല്ലതായിരിക്കും ചീഫ്. ബോംബ് എവിടെ വെക്കണമെന്നൊരു വ്യവസ്ഥയൊന്നുമില്ലേ? അയാൾക്ക് ഫാമിലി പ്രോബ്ലം വല്ലതുണ്ടായിരുന്നു? ഫാമിലി ഉണ്ടെങ്കിലല്ലേ അച്ഛനും അമ്മയൊക്കെ നാട്ടിലുള്ളത്. റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അങ്ങനെ ആരുമില്ല. ഒരു കുഞ്ഞു വീട്, നാട്ടിലെ മുഴുവൻ ശത്രുക്കളും. ശരി, ഓക്കെ. അയാളുടെ സിം കാർഡ് ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായി? ഓക്കെ. ആവണിക്കടുത്തുനിന്ന് ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയെന്ന് പറഞ്ഞ്. ലെറ്റ്സ് ഗോ. ഈ ഗോഡൌൺ എന്തിനു ഉപയോഗിക്കുന്ന? CC എന്ന പഴയ കാറുകളെല്ലാം ഇവിടെയാണ് കൊണ്ടിരുന്നത് സാർ. അത് ശരി. പ്ലീസ് സർ, പറയൂ സർ. സർ, ശരീരമെല്ലാം രക്തം പറ്റിയിരിക്കുന്നു.
കെട്ടി തൂക്കിയിട്ട് വെടിവെച്ചത്. മൈ ഗാഡ്, ഇറ്റ്സ് ഡയബോളിക്. ഇത് ഒരാൾ ചെയ്താണോ അതോ ഗ്രൂപ്പായിട്ട് ചെയ്താണോ ചീഫ്? നോ, ഇതുപോലുള്ള സിഗ്നേച്ചർ ക്രൈം ആയതുകൊണ്ട് ഒരാളായിരിക്കും. പക്ഷേ എന്താ ഈ ഡോക്ടറുടെ ഡ്രസ്സ്? സർ ഇങ്ങോട്ട് നോക്കിക്കേ. കോട്ടിൽ ബുള്ളറ്റ് ഹോൾസ് ഇല്ല, പക്ഷേ വെടിയേറ്റിട്ടുണ്ട്. ഷൂട്ട് ചെയ്തിട്ട് അതിനുശേഷം ഡോക്ടറുടെ കോട്ട് ഇടിച്ചാണെന്ന് തോന്നുന്നു. ശരിയാണ് സർ. ചീഫ്, നമുക്ക് കിട്ടിയ പാവ ഓർക്കുന്നുണ്ടോ? ചുവന്ന ഷർട്ടിട്ട പാവ. ചുവന്ന ഷർട്ടല്ല, രക്തത്തിൽ മുക്കിയ വെള്ള ഷർട്ട്. രക്തമോ? ഫോറൻസിക് ലാബിൽ ചെക്ക് ചെയ്തായിരുന്നു. അത് ഹ്യൂമൻ ബ്ലഡ് അല്ല, ആടിന്റെ ചോര. ഗുഡ് ജോബ്. ആടിന്റെ രക്തമാണെന്നൊക്കെ കണ്ട ഉടനെ അറിയൂ. പോടാ, അത് ട്രൈസോഡിയം മിക്സ് ചെയ്ത ആട്ടിൻ ചോരയാ. ഇപ്പൊ പറഞ്ഞെന്താ മനസ്സിലായില്ല? ബ്ലഡ് വന്നാൽ അത് ഉടനെ ക്ലോട്ട് ആവും. അത് കട്ടയാവാതിരിക്കാനുള്ള കെമിക്കലാണ് ട്രൈസോഡിയം അസറ്റേറ്റ്. ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമ്പോഴും ബ്ലഡ് സ്റ്റോർ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുന്ന ഒരു കെമിക്കൽ. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? കോളിൻ ടെക്സ്റ്റ് നോവലിൽ ഒരു ക്രിമിനൽ ഇതാ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടതൊക്കെ വായിച്ചുകൊണ്ട് വന്നിട്ട് എന്തിനാ ഞങ്ങൾ ഇങ്ങനെ വെറുപ്പിക്കുന്നത്? ഇത് ചെയ്തവൻ ഉറപ്പായും ഫാർമസിയും കെമിക്കലും ഒക്കെ അറിയുന്ന ഒരാളാണ്. Remove the mask. പൊതുപ്രവർത്തകനും ലോക്ശക്തി പാർട്ടി നേതാവുമായ ശ്രീ ശിവാനന്ദനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊല ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം ലക്ഷക്കണക്കിനുള്ള ആരാധകർക്ക് തങ്ങളുടെ ഉന്നമനത്തിനായി പോരാടുന്ന കറപുരളാത്ത ഒരു നേതാവിന്റെ വിയോഗ ദുഃഖമാണ് സമ്മാനിക്കുന്നത്. ആദ്യം മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടാവണം. സർ വരൂ സർ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല സർ, വണ്ടി കയറി സർ. ഞാൻ ശിവാനന്ദൻ. പക്ഷേ അയാൾക്ക് മയക്കുമരുന്ന് നൽകിയിട്ട് കൊന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നുവെച്ചാൽ ഇയാളെ കിഡ്നാപ്പ് ചെയ്തത് നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം 11 മണിക്കാണ്. ഇദ്ദേഹത്തിന് കൊടുത്ത മെഡിസിന്റെ എഫക്റ്റ് 1 മണിക്കൂർ നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ശരീരത്തിലുള്ള ഇഞ്ചുറീസ് ഒക്കെ നോക്കിക്കേ. കൊല്ലുന്നതിന് മുമ്പേ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് രാത്രി 2 മണിക്കാണ്. മേ ബി കൊലപാതകി കൊല ചെയ്യുന്നതിന് മുമ്പായി ഇദ്ദേഹത്തോട് എന്തോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവണം. പോസിബിൾ. കോസ് ഓഫ് ഡെത്ത് അസ്റ്റിക്സിയേഷൻ. കെട്ടിത്തൂക്കിയതുകൊണ്ടാണ് മരണം സംഭവിച്ചത്. കഴുത്തിന് താഴെയുള്ള ട്രക്കിയ, അതായത് ലങ്സിനെ കണക്ട് ചെയ്യുന്ന വിൻ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. കഴുത്തിലെ മസിൽസും ചതഞ്ഞിട്ടുണ്ട്. വെർട്ടിബ്രൽ ആർട്ടറീസ് ഡാമേജ്ഡ് ആണ്. കഴുത്തിലുള്ള ഹയർഡ് ബോൺ ഒടിഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുള്ളത് ഒരു സാധാരണക്കാരനല്ല. അപ്പോൾ വെടിവെച്ചത്? വെടിയേറ്റിട്ടുണ്ട്, പക്ഷേ അത് ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. 4 ബുള്ളറ്റ്സ്, എല്ലാം ഒരേ ഏരിയയിൽ തന്നെയാണ്. ഗൺ പൗഡറിന്റെ ഡെപ്പോസിറ്റ്സ് വെച്ച് നോക്കിയാൽ വളരെ ക്ലോസ് റേഞ്ചിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 0.9 mm കാലിബർ ബുള്ളറ്റ്സ്. മരിക്കുമ്പോൾ എത്ര മണിയായി കാണും? ഏകദേശം 2നും 2:30ക്കും ഇടയ്ക്ക്. ടോർച്ചർ ചെയ്ത് കെട്ടിത്തൂക്കി തോക്കുകൊണ്ട് വെടിവെച്ച്. കൊല ചെയ്ത രീതി വെച്ച് നോക്കിയാൽ വൈരാഗ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം മിസ്റ്റർ രഞ്ജൻ. ശിവാനന്ദനെ കൊണ്ട് ഒരുപാട് ഉപദ്രവം ഉണ്ടായിട്ടുള്ള ആരും ആയിരിക്കാം. ക്രൈം സീനിൽ എന്തെങ്കിലും ക്ലൂസ്? നത്തിങ് ചീഫ്. ഫിംഗർ പ്രിന്റ്സ്, DNA, സിഗരറ്റ് ബഡ്സ് ഒന്നും കിട്ടിയില്ല. മെട്രിക്കുലസ്. അവസാനം ലഭിച്ച ടയർ ഇംപ്രിന്റ്സ്? ഒരു മഹീന്ദ്ര സ്കോർപ്പിയോ അല്ലെങ്കിൽ ഒരു ഫോർഡ് എൻഡോർ പോലൊരു വണ്ടി. ഫുഡ് പ്രിന്റ്സ് അനലൈസ് ചെയ്ത് നോക്കി ചീഫ്. അവസാനമായി ശിവാനന്ദൻ ജീപ്പ് മാതിരി ഒരു വണ്ടിയിൽ കയറി പോയെന്ന ഐ വിറ്റ്നസ് പറഞ്ഞത്. മേ ബി ഒരു മഹീന്ദ്ര സ്കോർപ്പിയോ ആയിരിക്കും. മഹീന്ദ്ര സ്കോർപ്പിയോ 1000 കണക്കിനുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ്സ് എ ചാലഞ്ച്. മർഡറിനുള്ള റീസൺ എന്തായിരിക്കും? ശിവാനന്ദന് നാട് മുഴുവൻ ശത്രുക്കളാണ്. കാശുകാർക്ക് മുഴുവൻ അയാളോട് വെറുപ്പാ. അയാൾക്ക് എല്ലാവരോടും കേസും പുക്കാറുമാണ്. ചിലപ്പോൾ അയാളുടെ അയൽക്കാരോ ആയിരിക്കും. ഇതുവരെയും 345 RTI പെറ്റീഷൻസ്. ഇതിൽ പല കേസുകളിലും പ്രതികൾക്ക് ശിക്ഷയും ലഭിച്ചിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ട കേസുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഷുവർ ചീഫ്. ബട്ട് സ്റ്റിൽ ആ ഡോക്ടറിന്റെ ഡ്രസ് എന്തിന്? ചീഫ്, ശിവാനന്ദന് റീസെന്റ് ആയിട്ട് ഡോക്ടറേറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ ഇപ്പൊ തന്നെ സമൂഹത്തിന്റെ രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്ന ഡോക്ടറാണെന്ന്. ഒരുപക്ഷെ കൊലപാതകി സമൂഹത്തിന്റെ ഡോക്ടറെ കൊലപ്പെടുത്തിയെന്ന് ഹിന്റ് എന്നായിരിക്കും. ഇത് കണ്ടോ ചീഫ്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവർ അവരെയും കുഴപ്പത്തിലാക്കും, കൂടെയുള്ളവരെയും കുഴിച്ചടിക്കും. സർ, ചീഫ്, പാവയ്ക്ക് ആടിന്റെ മുഖമായിരുന്നു.
ശിവാനന്ദിന് പശുവിൻ്റെ മുഖവും. വാട്ട്സ് എ കണക്ഷൻ? അതൊരു ക്ലൂ ആണ്. ആ 4 ഡിജിറ്റ് നമ്പർ പോലെ. ഡേറ്റാബേസ് വെച്ചൊരു സെർച്ച് നടത്തിയല്ലോ ചീഫ്. Yeah, of course we should do that. ചീഫ്, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ പോയിന്റ്. ശിവാനന്ദിന്റെ സെൽഫോണിൽ നിന്നും ലാസ്റ്റായി പോയ ഔട്ട് ഗോയിങ് കോൾ രാത്രി 3 മണിക്ക്. അപ്പൊ ഫോൺ ചെയ്തത് കൊലപാതകയായിരിക്കും. യു റൈറ്റ്. അയാൾ കോൾ ചെയ്തിരിക്കുന്ന നമ്പർ 9443371962. ഹേ, അത് എന്റെ നമ്പർ. ഹേയ്, അതെ, ഒരു കോള് വന്നിരുന്നു. പ്രാങ്ക് കോൾ ആണെന്ന് വിചാരിച്ച് ഞാനതങ്ങ് വിട്ടു. അയാൾ ശിവാനന്ദനെ കൊന്നിട്ട് നിന്നെ എന്തിനാ ഫോൺ ചെയ്യുന്നേ? അതറിയില്ല. ഈ പാവയെ നമുക്ക് അയച്ച പോലെ എന്തേലും. അപ്പോ 4 ബുള്ളറ്റ്സ്. ക്ലൂസ്: മുഖം മൂടി, നമ്പർ പസിൽ, ഡോക്ടർ കോഡ്, നിനക്ക് ഫോൺ. കഴിയുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കുന്ന വെല്ലുവിളിച്ചതാവും. അവൻ വലിയ ബുദ്ധിശാലിയാ. ലുക്ക് ഗൈസ്, ആദ്യം അവൻ അയച്ചു തന്ന പാവയ്ക്ക് ചുവന്ന കളർ ഷർട്ടായിരുന്നു. ശിവാനന്ദ് ഈസ് എ കമ്മ്യൂണിസ്റ്റ്, അതുകൊണ്ടാണ് റെഡ് കളർ. അയാളെ അവൻ കൊന്നു. ആ പാവയുടെ ഉള്ളിൽ 4 ദ്വാരങ്ങൾ, ഇവിടെ 4 ബുള്ളറ്റ്. ഇപ്പോൾ ശിവാനന്ദിന്റെ ബോഡിയിൽ ഡോക്ടർ കോട്ട് ഇട്ടിരിക്കുന്നു. സോ ദർ ഇസ് എ റീസൺ. ഡെഫിനറ്റ്ലി ദർ ഇസ് എ റീസൺ. എന്റെ ഇൻഡ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ അവന്റെ അടുത്ത ടാർഗറ്റ് ഒരു ഡോക്ടറാണ്. പോസിബിൾ. ചീഫ്, എന്താ പറ്റി? are you all right? Yeah, I'm fine. എന്ത് പറ്റി ചീഫ്? I'm fine. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ടൈം എടുക്കും. എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഹലോ, ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. നീ വണ്ടി നീക്കിയിട്. അവിടെ മുഴുവൻ റിപ്പോർട്ടേഴ്സാണ്. ഗുഡ് ഈവനിങ് സ്വീറ്റ് ഹാർട്ട്. എന്തോ ഒരു പുതുമ, ബൊക്കെയല്ല. ഷർട്ടിലൊക്കെ അഴുക്കാണല്ലോ, എന്തു പറ്റി? ഞാൻ അകത്തേക്ക് വരണോ അതോ ഇവിടെ വെച്ചെന്ന് ചോദ്യം ചെയ്യണോ? ഇനി പറയാം. പറയാം. ദേ, എന്താ പറ്റിയെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? എന്താ ഭാര്യയെ ശല്യപ്പെടുത്തുന്നത്? വാ, ഇവിടെ ഇരിക്കും. ഒരു ചെറിയ കാര്യം, 1 മുതൽ 100 വരെ നീ ഇവിടെ ഇരുന്ന് എണ്ണ്. ഞാൻ പോയൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് കഥ പറഞ്ഞു തരാം വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഓക്കെ? 1 2 1 3 1 5 ഓ, മാഡം എപ്പോഴും ഇവിടെ ഇരിക്കുകയാണോ? ഓക്കെ, ഇപ്പം പറയാം. ഒരു ക്രൈം സസ്പെക്റ്റിനെ ചേസ് ചെയ്ത് ഓടുകയായിരുന്നു. അവൻ ചെറിയ ഇടവഴികളിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. ഞാൻ വിടും, പുറകെ ഓടി. അത് കഴിഞ്ഞവൻ ടെറസും മതിലും എല്ലാം എടുത്ത് ചാടി ഓടി. ഞാനും അവൻ്റെ പുറകെ തന്നെ ഓടി. അത് കഴിഞ്ഞ് ഞാൻ അവൻ്റെ കൈക്ക് പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് കൈക്ക് കുറച്ച് പരിക്ക് പറ്റിയത്. പോലീസ് പണിയിൽ ഇതൊക്കെ ഉള്ളതല്ലേ. ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഫീൽഡ് വർക്ക് ഒന്നും വേണ്ടാന്ന്. ട്രാൻസ്ഫർ വാങ്ങി ഡെസ്ക് ജോബ് ചെയ്യാൻ. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കൂ? I'm good, you know. ഇന്റർ കോളേജ് ഹെവി വെയിറ്റ് ചാമ്പ്യൻ. 10 റൗണ്ട് എനിക്ക് ഈസിയായി ഫിനിഷ് ചെയ്യാൻ പറ്റും. ഈ മാതിരിയുള്ള ഡയലോഗ് ഒന്നും വേണ്ട. എന്നെ എത്ര നന്നായി ഇമിറ്റേറ്റ് ചെയ്യുന്നു. എടീ, ഞാനെന്താ ഫിറ്റല്ലേ? നോക്ക്. നിങ്ങൾ നിലയ്ക്ക് നിർത്താൻ പറ്റിയ ഒരു ആൺകുട്ടി വേണം ഈ വീട്ടിൽ. അതിനിവിടെ സന്ദീപില്ലേ? അവൻ എപ്പോഴും നിങ്ങളുടെ സൈഡാ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണം. ഓ,
ജൂനിയർ രഞ്ജിത്തിനെ വേണോ? അത് വേണ്ടെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? 10 മാസം ചുമന്ന് ആര് കഷ്ടപ്പെടും? അതിന് ഞാൻ വേറൊരാളെ നോക്കിക്കോട്ടെ. നോക്കാൻ കണ്ണുണ്ടാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് പറയൂ. എന്ത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ? പറഞ്ഞാൽ നിന്നെ ഞാൻ തിന്നളയും. ഹലോ ഹലോ, ആരാ? ഞാൻ പോലീസാ. കോൾ ട്രേസ് ചെയ്താൽ പിന്നെ നിന്നെ വെച്ചേക്കില്ല. എവിടെ നിന്നാണ് കോൾ വന്നതെന്ന് കണ്ടുപിടിച്ചോ? നമ്പർ ചെക്ക് ചെയ്തപ്പോൾ രമ്യ എന്ന് കണ്ടു. അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഡോക്ടേഴ്സിനെ പറ്റി ചോദിച്ചില്ലേ, അതെന്തെങ്കിലും അന്വേഷിച്ചോ? യെസ് ചീഫ്. ഡോക്ടർ ഷൺമുഖൻ. ജൂപ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് മനസ്സൊക്കെ മാറി ശിവാനന്ദന്റെ കൂടി ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെതിരായി സാക്ഷി പറഞ്ഞു. ഫോക്കസ് ആണ്. അദ്ദേഹം നാട്ടിലില്ല, അമേരിക്കയിൽ ഏത് കോൺഫറൻസിന് പോയിരിക്കുക. എപ്പോൾ തിരിച്ചു വരും? അടുത്ത ആഴ്ച. അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അലർട്ട് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ റിട്ടേൺ ട്രാവൽ ക്യാൻസൽ ചെയ്യാൻ പറയൂ, അതല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാൻ പറയും. ഓക്കെ ചീഫ്. അവിടെ എന്തെങ്കിലും സെക്യൂരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. ഇന്ത്യൻ എംബസിയിൽ ഫോൺ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയൂ. ഇതെല്ലാം സീക്രട്ട് ആയിരിക്കണം, ആരും അറിയരുത്. മുൻകരുതൽ നടപടിയാണെന്ന് പറയണം. ഹലോ, ഫോർ ഗോഡ് സേക്ക് പിക്ക് അപ്പ് ദ ഫോൺ. ആവശ്യമാണെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാന്ന് പറയും. ചീഫ്, വാട്ട്? വസന്തനഗറിൽ നിന്ന് ഇൻസ്പെക്ടർ സുരേഷ്. നോ 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 നോ, ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, പിന്നെ വിളിക്കാന്ന് പറയും. ചീഫ്, ആൻഡ് വൺ മോർ തിങ്, അവൻ ശരിക്കും ഒരു സീരിയൽ കില്ലർ ആണെങ്കിൽ ആ ഡോക്ടർ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ച് രക്ഷിക്കണം. വാട്ട്? ഒരു അർജന്റ് മാറ്റർ ആണെന്ന് പറയുന്നു. മിസ്റ്റർ സുരേഷ്, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് പറയും. വാട്ട്? കമ്മിങ്. We are late. എന്താ ഇവിടെ ഒരു വല്ലാത്ത നാറ്റം? സാർ, ഈ ഗോഡൌണിന്റെ പുറകിൽ ഒരു മെഡിക്കൽ വേസ്റ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട് സാർ. സുരേഷ് സാർ, വേറെ എന്തെങ്കിലും എവിഡൻസ്? സാർ, ഒന്നും കിട്ടിയിട്ടില്ല. ആ അഡ്രസ്, ബോഡിയുടെ പുറകിലുള്ള 4 ഡിജിറ്റ് നമ്പർ മുമ്പുള്ള ശിവാനന്ദൻ്റെ കേസ് പോലെ തന്നെയാണ് സാർ. പിന്നെ വേറൊരു കാര്യം സാർ, ലാസ്റ്റ് ഡോക്ടറുടെ സെല്ലിൽ നിന്ന് ഈ നമ്പറിലോട്ട് ഒരു കോൾ പോയിട്ടുണ്ട്. ഞാൻ രാവിലെ സംസാരിച്ച കാര്യം. ഇത് പരിചയമുള്ള നമ്പറാണോ സാർ? അറിയാം സുരേഷ്, ഇത് ജോയുടെ നമ്പറാണ്. രാത്രിയിൽ കൊല നടത്തിയ ശേഷം ജോയുടെ നമ്പറിൽ വിളിച്ചിരുന്നു. ഇതേപോലെ ശിവാനന്ദന്റെ മർഡർ നടന്ന സമയത്തും നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഫോൺ ചെയ്തിരുന്നു. അവൻ നമ്മളെ വെല്ലുവിളിക്കുന്ന. ചീഫ്, ഫുട് പ്രിന്റ്സ് കൂടി സിമിലർ ആണ്. സാർ, ലോയർ ഡ്രസ്. യാ, അടുത്തതായി ആരെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് കാണിക്കുന്ന അടയാളം. വെൽക്കം ടീം. ദിസ് ഗൈ ഈസ് ഡെഫിനറ്റ്ലി സൈക്കോട്ടിക് ആൻഡ് എ സീരിയൽ കില്ലർ. ഈ കേസ് ഞങ്ങൾ ഏറ്റെടുത്തോളാം സുരേഷ്. ശിവാനന്ദ്, ഡോക്ടർ രമ്യ, ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയിട്ടുള്ളത് ഒരേ ആൾ തന്നെയാണ്. മനസ്സിലായി സാർ. ഈ കേസുമായി എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചാൽ മതി. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. മൈ പ്ലഷർ സാർ. ജോ, ഇയാൾ ആരെയോ കണ്ടതായി പറയുന്നു.
ആരെ? ഇന്നലെ രാത്രി ഒരു 2 മണിയായി കാണും. ആരോ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ആളെ കണ്ടാൽ എങ്ങനെയാ? കാണാൻ നല്ല രസമാണ്, പക്ഷെ മുഖം ഞാൻ കണ്ടില്ല. ഒരു ടവലോട്ട് മുഖം മറച്ചിരിക്കുകയായിരുന്നു. ഹൂഡഡ് ജാക്കറ്റ് ആയിരിക്കും. വിശ്വരൂപം സിനിമയിൽ കാണുന്ന പോലെ അല്ലേ? അതെ മാഡം. അവരെല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോ ആ സീനില് ഒരു ഡ്രസ്സ് ഒരു ഫൈറ്റിന് മുമ്പായിട്ട് ഞങ്ങളെല്ലാം വിശ്വരൂപം സിനിമ കണ്ടവരാ. നീ എന്ത് കണ്ടു അത് മാത്രം പറയാം. അയാള് പുറത്തിറങ്ങി വന്നിട്ട് ഒരു വലിയ ജീപ്പ് മാതിരി ഒരു വണ്ടിയിൽ കയറി പോയി. എന്ത് കളറാ? സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലെ കറുപ്പ് പോലെയാ തോന്നിയത്. ഏത് ജീപ്പാ? ഫോർഡ്, മഹീന്ദ്ര, മാരുതി? കമ്പനി ഒന്നും മനസ്സിലായില്ല സാർ. ഇത് നോക്കിയേ, ഇതുപോലെയാണോ? അതെ മാഡം, ഇതേപോലൊരു ജീപ്പാ. ശരി, താങ്ക്സ് മാഡം. താനിങ്ങ വാ. സർ, രാത്രി 2 മണിക്ക് താൻ ഇവിടെ എന്ത് ചെയ്യാൻ വന്നതാ? ഞാനൊരു ഗാർമെന്റ്സ് കമ്പനിയിൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലിയാണ് സർ. കമ്പനി ബസ് ഇതാ അവിടെയാണ് നിർത്തുന്നത്. ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് സർ. കൊല ചെയ്തവനെ വെറുതെ വിട്ടിട്ട് സാക്ഷി പറയുന്നവനെ കുറ്റവാളിയാക്കല്ലേ സാറേ. നിങ്ങളെപ്പോലുള്ള കോൺസ്റ്റബിൾമാരാ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആരാടാ കോൺസ്റ്റബിൾ? അല്ല സർ, ഇത് വലിയൊരു ഓഫീസറാ. അനാവശ്യമായി സംസാരിക്കാതെ. കോൺസ്റ്റബിൾ വിളിക്കുന്നു. വിളിക്കുമ്പോൾ വന്നേക്കണം. ഇവനെ കണ്ട ഒരു കോൺസ്റ്റബിൾ ലുക്കാണല്ലേ. എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? പോലീസിന് ഒട്ടും പേടിയില്ലാതെ സംസാരിക്കുന്നുണ്ടോ? ഇമാതിരി സംസാരിക്കുന്നവരുടെ ജട്ടിക്കുള്ളിൽ ബോംബിട്ട് പൊട്ടിക്കണം. നിങ്ങളിത് കോമഡി ആയിട്ട് എടുക്കുക. ഏയ് ജോ, കോൺസ്റ്റബിൾ ജോ. ഡോക്ടർ രമ്യയെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു. ഫോറൻസിക് പാത്തോളജിയിൽ എൻ്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. എന്തിനാണ് അവരെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അവർക്ക് 10 വയസ്സുള്ളൊരു മകളുണ്ട്. പാവം, കെട്ടിത്തൂക്കിയാണ് കൊന്നിട്ടുള്ളത്. എന്നിട്ടും തീർന്നില്ല. രാത്രി 2:30 മണിക്കാണ് മരിച്ചത്. അതുവരെ ക്രൂരമായി അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി അവൻ കൊല്ലാൻ പോകുന്നത് ഒരു ലോയറിനെയാണ്. അങ്ങനെ ആരെയെങ്കിലും പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല സർ. ഡോക്ടർ രമ്യ ശിവാനന്ദ്, ഇവരുമായി ബന്ധമുള്ള ലോയേഴ്സിനെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 10 പേര് ഡേറ്റാബേസിലുണ്ട്. വി ആർ അനലൈസിംഗ് ഇറ്റ് സർ. സോ അവരോടെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞാലോ? ഞങ്ങളത് ശ്രദ്ധിച്ചോളാം സർ. എന്താണ് അയാളുടെ മോട്ടീവ് എന്ന് മനസ്സിലായോ? ആരെയാണ് നിങ്ങൾ സംശയിക്കുന്നത്? TV ചാനലുകാർ പറയുന്നത് കണ്ടോ? ശിവാനന്ദനെയും ഡോക്ടർ രമ്യയെയും കൊല ചെയ്തത് ഒരേ ആള് തന്നെയാണെന്നാണ് സംശയിക്കുന്നത്. ഈ കൊലപാതകി നൽകിയ സൂചനയനുസരിച്ച് അടുത്ത ഇര ഒരു അഭിഭാഷകനായേക്കാം എന്നാണ് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നും നമുക്ക് ലഭിച്ച റിപ്പോർട്ട്. ആരാ അവർക്ക് റിപ്പോർട്ട് നൽകിയത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരെങ്കിലും മീഡിയയ്ക്ക് ന്യൂസ് ചോർത്തുന്നുണ്ടോ? പബ്ലിക്കിന് മുമ്പിൽ നമ്മുടെ മാനം പോയിരിക്കുക. ചീഫ് സെക്രട്ടറി എന്നും വിളിച്ച് അപ്ഡേറ്റ്സ് ചോദിക്കുക. ഓരോ തവണ കൊല നടത്തിയതിനു ശേഷവും വിക്ടിമിന്റെ ഫോണിൽ നിന്നും നിങ്ങളുടെ ടീമിന് ഫോൺ വന്നിരുന്നില്ലേ? ദാറ്റ്സ് ഡിസ്റ്റർബിംഗ് രഞ്ജിത്ത്. വിക്ടിംസിന് മാർക്ക് ചെയ്യുക, കോഡ് നമ്പർ കൊടുക്കുക, കൊല ചെയ്തിട്ട് ഫോൺ വിളിക്കുക. ദിസ് ഈസ് സ്ട്രേഞ്ച്. ആരെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ പറയേ, ഞാൻ അറേഞ്ച് ചെയ്യാം. ക്രാക്ക് ദ ഡാം കേസ് ഫോർ ഗോഡ് സേക്ക്. ഒരു കാര്യം ശ്രദ്ധിച്ചോ? ശിവാനന്ദൻ കാർ ഫാക്ടറി വരാതിരിക്കാൻ സമരം ചെയ്തുകൊണ്ട് ഒരു പഴയ കാർ ഗോഡൌണിൽ കൊണ്ടിട്ട് കൊന്നു. രണ്ടാമത്തെ വിക്ടിം ഡോക്ടർ രമ്യ ആയതുകൊണ്ട് അവർക്കൊരു ഹോസ്പിറ്റൽ ഗോഡൌൺ. യെസ്, യു ആർ റൈറ്റ്. അടുത്ത വിക്ടിം ലോയർ. ഏതെങ്കിലും ഓൾഡ് കോർട്ടായിരിക്കാം, അല്ലെങ്കിൽ കോർട്ടുമായി ബന്ധപ്പെട്ട സ്ഥലമാകാം. നോട്ട് ഇറ്റ് ഡൗൺ. ഹായ് ഗൈസ്. ഹായ് ചീഫ്. ചീഫ്, ആരെങ്കിലും ഇടിച്ച് താഴെ ഇടാൻ തോന്നുന്നു. അതിനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. DGയോട് ഒരാഴ്ച സമയം വാങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ കേസ് സോൾവ് ചെയ്യണം. ഒരു സ്കോർപിയോ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ, അല്ലാതെ വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. മോട്ടീവ്? ശിവാനന്ദൻ ഡോക്ടർ രമ്യയെ പോലെ സൊസൈറ്റിക്ക് നന്മ ചെയ്യുന്ന ആളാണെന്ന നിഗമനത്തിലെത്തിയാൽ പോലും
അടുത്തതായി അവൻ കൊലപ്പെടുത്താൻ പോകുന്നത് ഒരു ലോയർ. അവിടെയാണ് ലോജിക്ക് പൊളിയുന്നത്. എന്താ ലോയേഴ്സിൽ സത്യസന്ധന്മാരുണ്ടാകാനുള്ള ചാൻസേ ഇല്ല. എല്ലായിടത്തും നല്ല ആൾക്കാരുണ്ട് അവിടെ ജോ. പോലീസ് നമ്മളില്ലേ? ചീഫ് ഞാൻ കുറച്ച് വെയിറ്റ്സ് നോക്കാം. ഓക്കെ കം. ഇതെന്താ കുറച്ച് സ്ട്രോങ് പഞ്ചാണ് പ്രതീക്ഷിച്ചത്. ഇത് വളരെ വീക്കാണല്ലോ. ശിവാനന്ദന് കാളയുടെ മുഖംമൂടി, ഡോക്ടർ രമ്യക്ക് സിംഹത്തിന്റെ മുഖംമൂടി. അതുകൊണ്ട് അവൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതിലൊക്കെ എന്തിരിക്കുന്നു? ഇവിടെ എടുത്തിട്ട് ടാറ്റു കണ്ടോ? എന്താ ജോ ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? ഇംഗ്ലീഷ് പടം കാണുന്ന പെണ്ണുങ്ങള് ഇമാതിരി പല കോപ്രായം കാണിക്കും. ഇത് സോഡിയം സൈനാ. ഇറ്റ്സ് വർഗോ. എന്താണ് ഈ ചെയ്തത്? മേരി വെയിറ്റ്. ശിവാനന്ദിന്റെ മർഡറിന് മുമ്പ് നമുക്ക് കിട്ടിയ പാവയ്ക്ക് വെച്ചിരുന്നത് ആടിന്റെ മുഖം മൂടിയല്ലേ? വാട്ട് ഈസ് ഹിസ് ഡേറ്റ് ഓഫ് ബർത്ത്? 26 മാർച്ച്. Then sun sign is Aries. So ആടിന്റെ മുഖം മൂടി. ഡോക്ടർ രമ്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത്? 18th May 1971. അപ്പോ ടോറസ്, കാളയുടെ മുഖം മൂടി. യെസ്. മാർച്ച് മാസത്തിൽ ജനിച്ച ആക്ടിവിസ്റ്റിനെയും മെയ് മാസത്തിൽ ജനിച്ച ഡോക്ടറിനെയും കൊലപ്പെടുത്തുമ്പോൾ അവൻ നമുക്കൊരു ക്ലൂ തന്നതാണ്. അപ്പോ സിംഗം എന്ന് പറഞ്ഞാൽ ലിയോ. ജനിച്ച മാസം ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി അവൻ കൊല ചെയ്യാൻ പോകുന്നത് ആ മാസങ്ങളിൽ ജനിച്ചൊരു ലോയർ ആയിരിക്കും. വേറൊരു കാര്യം ചീഫ്, അവൻ കൊല ചെയ്ത് എല്ലാവരെയും തൂക്കിക്കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ് എല്ലാവരെയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ശിവാനന്ദനെ ഷൂട്ട് ചെയ്തത് 4 തവണ, ഡോക്ടർ രമ്യയെ ഷൂട്ട് ചെയ്തത് 3 തവണ. സോ എനിക്ക് തോന്നുന്നത് അവൻ 4 പേരെ കൊല്ലാനായി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ്. ഡോക്ടർ ശിവാനന്ദന് 4 ബുള്ളറ്റ്, ഡോക്ടർ രമ്യയ്ക്ക് 3 ബുള്ളറ്റ്, അടുത്ത കൊല ചെയ്യപ്പെടുന്ന ആൾക്ക് 2 ബുള്ളറ്റ്. ഇതായിരിക്കും പ്ലാൻ. പക്ഷെ ആ 4 ഡിജിറ്റ് കോഡ് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആലോചിക്കണം. നമ്മൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കുമെന്ന് അവൻ ചിന്തിക്കും. സോ വി നീഡ് ടു ബി ഫാസ്റ്റർ ദാൻ ഹിം. വല്ലതും കഴിക്കുന്നതിനിടെ ട്വീറ്റ് ചെയ്യണോ? വേഗം കഴിക്കടാ. മാഡം, വെയിറ്റിംഗ് ഫോർ ദ ഡെസേർട്ട്. ഓഹോ, നിങ്ങളുടെ സ്റ്റൈലിൽ 1 തൊട്ട് 100 വരെ സമാധാനമായിട്ട് എണ്ണിക്കോ. കൊണ്ടുവരാം. ഞാൻ പറയുന്നത് തന്നെ തിരിച്ചു പറയാണോ? മരുഭൂമി ആയാലും ഡെസേർട്ട്, സ്വീറ്റ് ആയാലും ഡെസേർട്ടോ? മരുഭൂമിയുടെ ഡിസൈഡിന് സിംഗിൾ എസ്, സ്വീറ്റ് ഡിസൈഡിന് ഡബിൾ എസ്. അങ്ങനെയാ? എനിക്കത് ഇതുവരെ അറിയില്ലായിരുന്നല്ലോ. മണ്ടിയായ അമ്മ, മണ്ടിയായ ഭാര്യ. ചിരിക്കുന്നേ. നിങ്ങൾക്കറിയായിരുന്നോ? അറിയാം, എന്റെ അമ്മ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഓ മതിയാക്ക്. ഒരു കുടുംബ മഹാത്മ്യം. ഇവൻ പറയുന്നത് കേട്ട് പറഞ്ഞല്ലേ. നിന്റെ കെട്ടിയവനെ വിശ്വസിക്കടി. ഇന്നലെ എനിക്കൊരു SMS അയച്ചായിരുന്നു. പ്ലീസ് മേക്ക് കസ്റ്റർഡ് ഐസ്ക്രീം ഫോർ ഡെസേർട്ട് എന്ന്. അതിലൊരു എസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലല്ലോ. എന്റെ ഫോൺ എന്നിട്ട് പറയും പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. ഇന്നലെ ഓഫീസിലെ പ്രോജക്ട് മാനേജർ ഞാൻ ചെയ്ത കോഡ് തെറ്റാണെന്ന് പറഞ്ഞ് തർക്കിച്ചു. അവസാനം ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. നീ നന്നായിട്ട് കണക്കൊപ്പിക്കുമെന്ന് എനിക്കറിയാം. നോക്കിക്കേ. ആ വേണ്ട സന്ദീപേ, നീ നോക്ക്. ഒരു എസ് അല്ലേ ഇതിലുള്ളൂ? അതെല്ലോ. മാഷിന്റെ മോൻ ഒരു മരമണ്ടൻ, മണ്ടനായ അച്ഛൻ. നീ ഷുഗർ കൂടുതൽ ഇടാതിരിക്കാനോ ഒരു എസ് മാത്രം എഴുതി. വീണടുത്ത് കിടന്നു വിള നല്ല മിടുക്കാം. സന്ദീപേ, നീ ഇത് കേട്ടല്ലോ? അതുകൂടി ചേച്ചി, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? ഞാൻ പറയാം. ഇദ്ദേഹം കള്ളന്മാരുടെ എല്ലാം പുറകെ ഓടും. താഴെ വീണ് കയ്യിലെ തൊലിയൊക്കെ പോകും. ചെറിയ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ബോക്സിംഗിൽ ഇടിയൊക്കെ കിട്ടാറുണ്ട്. അടിയും വാങ്ങിച്ചു തുടങ്ങി അച്ഛൻ. ആരുടെ കയ്യിന്നാ? ചെറിയൊരു പെണ്ണാ. ഏയ് ചെറിയ അടിയാടാ. ഹേ രഞ്ജിത്ത്,
റീസെൻ്റായി നടന്ന 25th സ്കൂൾ റീയൂണിയന് പോലും നീ വന്നില്ല. വലിയ പോലീസ് ഓഫീസറല്ലേ? കുറച്ച് തിരക്കായിപ്പോയി. ഓക്കെ, റിലാക്സ്. സ്ട്രെയിറ്റ് ആയി കാര്യത്തിലേക്ക് വരാം. ഒരു പോലീസുകാരനും വരാൻ പാടില്ലാത്ത അസുഖം. ലുക്സ് ലൈക്ക് പാർക്കിൻസൺസ്. പാർക്കിൻസൺസ്? നല്ലവണ്ണം ആലോചിച്ച് നോക്കൂ രഞ്ജിത്ത്. കുറച്ചു കാലം മുൻപ് നീ പോലും അറിയാതെ നീ നിന്റെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത് നിർത്തിയിരിക്കുന്നു. മിഡിൽ ബ്രെയിനിലാണ് ഡോപ്പമിൻ സെൽസ് സെക്രീറ്റ് ആവുന്നത്. ആ സെക്രീഷൻ ഇല്ലാതായാൽ ഈ കണ്ടീഷൻ വരും. ആദ്യമൊക്കെ കൈയും കാലുമൊക്കെ കൺട്രോൾ ഇല്ലാതെ വിറയ്ക്കാൻ തുടങ്ങും. മരവിപ്പും ഉണ്ടാകും. പിന്നെ സെൻസ് ഓഫ് സ്മെൽ, മണം തിരിച്ചറിയാനും കഴിയാതെ വരും. കൈകാലുകളുടെ മൂവ്മെന്റ്സിനെയും അത് ബാധിക്കും. നീ എന്താ പറഞ്ഞു വരുന്നത്? രഞ്ജിത്ത്, ഇപ്പോഴത്തെ നിന്റെ ഈ കണ്ടീഷൻ ഇനീഷ്യൽ സ്റ്റേജ് ആണ്. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പ്രേമ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവര് ഇങ്ങനെ കൈയും കാലും എല്ലാം, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിന് മെഡിക്കേഷൻ ഒന്നുമില്ലേ? ഉണ്ട്, ടെമ്പററി റിലീഫ്. രഞ്ജിത്ത്, നീ ഇനിയും കുറച്ചുകൂടി ആക്റ്റീവ് ആകാൻ ശ്രമിക്കണം. നിനക്കതിന് സാധിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ബട്ട് പെർമനന്റ് ക്യൂർ കിട്ടില്ലേ? സർജറി ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. കൺട്രോൾ ചെയ്ത് നിർത്താൻ ട്രൈ ചെയ്യാം. ബട്ട് പ്രേമ, എനിക്കൊരു കേസ്. ഐ എം ഫൈൻ. കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കോ? എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറയട്ടെ. പ്ലീസ് പറയൂ പ്രേമ. ടേക്ക് എ ബ്രേക്ക്. ഇമോഷൻസ് ഡിസ്റ്റർബ് ആയാൽ ഷിവറിംഗ് കൂടാനിടയുണ്ട്. ലീവ് എടുത്ത് വീട്ടിലിരുന്ന് മൈൻഡിന് റെസ്റ്റ് കൊടുക്കണം. മെഡിസിൻസും കഴിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു. അറിയാം രഞ്ജിത്ത്, സിറ്റിയിൽ നീ മാത്രമുള്ള പോലീസ് ഓഫീസറായിട്ട്. അല്ല പ്രേമേ, ഇത് വളരെ സീരിയസ് ആയ ഒരു കേസാണ്. രഞ്ജിത്ത്, ഐ എം ഗോയിങ് ടു ഗിവ് 2 weeks ടൈം. ഈ കേസ് സോൾവ് ചെയ്തിട്ട് നീ ഉറപ്പായും അഡ്മിറ്റ് ആയേ പറ്റൂ. ഞാൻ നോക്കിക്കോളാം പ്രേമ. ഡോണ്ട് വറി. ഓക്കെ, സീ യു ഗൈസ്. താങ്ക്സ്. ടേക്ക് കെയർ. നാളെ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തോണം, കേട്ടല്ലോ? ഒരു കോടി കനവുകളെല്ലാം ഒരു ഞൊടിയിൽ വീണു തകർന്നു. നോവിന്റെ കാർമുകിലെന്റെ ഇമകളിൽ വന്നു മൂടി മറഞ്ഞു. കണ്ണീർ കടൽ ചുഴി താണ്ടുവാ നിൻ കൈയാകും തുഴയില്ലയോ. കഥനങ്ങൾ തൻ പെരുമാറിൽ ഈ നോട്ടവും നിൻ ചിരികളും വർണ്ണക്കുടയാവും പെണ്ണേ. ഇതു നാം കടന്നു പോകും ദുരിതം അകന്നു പോകും. ഈ വേനൽ വസന്തമാകും. ഇരുളോ വെളിച്ചമാകും. ലക്ഷ്മി, ഞാൻ ഡിന്നർ മീറ്റിന് പോവുകയാണ്. ലോകേഷ് വരുമെന്ന് പറഞ്ഞിരുന്നു. വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയണം. ഓക്കെ സർ. എന്താ ഇതൊക്കെ? എവിടെ പോവാ? ഐ നീഡ് എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. ഞാനൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാം ഒറ്റയ്ക്ക്. ഒരു മിനിറ്റ് നിൽക്ക്, ഞാനും കൂടി വരാം.
കൊല ചെയ്യപ്പെട്ട ശിവാനന്ദൻ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എത്രയെത്ര അഴിമതികൾ, എന്തിന് തെളിയാതിരുന്ന കൊലപാതകം. ഹായ് സാന്റ, നിന്റെ പേരെന്താ? വിഷ്ണുവർദ്ധൻ. വിഷ്ണുവർദ്ധൻ. ഗോഡ് ബ്ലെസ് യു. മോട്ടീവ് എന്താ? സീരിയൽ കില്ലർ ആണെങ്കിൽ ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ. ഉണ്ടായിരിക്കും, പക്ഷെ സുജാതയുടെ നോവലിലെ പോലെ മോട്ടീവേ ഇല്ലാതെ കൊല്ലുന്ന ഒരു മോട്ടീവായിരുന്നാലോ? എന്റെ അമ്മോ, തുടങ്ങിയല്ലോ അവള്. ഇയാളാണ് നമ്മുടെ ജാക്ക് ദി റിപ്പർ. എന്താ ജാക്കി ജാന്റെ പടവ്? പുസ്തകം വായിച്ചാലല്ലേ അറിവുണ്ടാവും. ജാക്ക് ദി റിപ്പർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു റിയൽ ലൈഫ് സീരിയൽ കില്ലർ. ലണ്ടനിൽ പണ്ട് 1888 നടന്നൊരു കഥയാണ്. എങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കഥയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് നിന്റെ തലമുറ ധരിച്ചു പോകും. നീ എന്താ വായിക്കുന്നത്? ഞാൻ പഠിക്കുന്നതെല്ലാം അനാട്ടമി, ബയോളജി, കെമിസ്ട്രി. ശരി, അത് വിട്. നമ്മുടെ ജാക്കിന്റെ കഥ പറ. ജാക്ക് ദി റിപ്പർ ലേഡീസിനെയും സെക്സ് വർക്കേഴ്സിനെയും കൊല്ലുന്ന ഒരാൾ. അവസാനം ഒരു ഡോക്ടറാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടോ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആരെന്നറിയാൻ വയ്യാത്തൊരു വലിയ കൊലപാതകി. എന്ത് കഥയത്? ക്ലൈമാക്സ് ഇല്ലാത്ത അവാർഡ് പടം മാതിരി. ശരി, ഇതെല്ലാം വെച്ച് നീ എന്താ പറയുന്നത്? നമ്മൾ ഈ കേസ് ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്നോ? ഒന്ന് പോടാ, ടൈമായി, നമുക്ക് പോയാലോ? ഈ ടെൻഷനൊന്നും മാറാൻ ഒരു ചിൽഡ് ബീർ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. എന്തായാലും എന്റെ കാശിന് കുടിക്കണം. പിന്നെ തണുത്താക്കുന്നതിന് ചൂടുള്ള ബീർ വാങ്ങിച്ചു ശരി ശരി, എന്റെ പൊന്നേ. കൊല ചെയ്യപ്പെട്ട ശിവാനന്ദൻ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എത്രയാ സാർ? ഫുൾ ടാങ്ക് അടിച്ചു. സാർ മീറ്റർ നോക്കോളൂ. സാർ ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ജോ, വേറെ അറിയൂ? ഓഫീസിലുണ്ട് ചീഫ്. ശിവാനന്ദനും രമ്യയും ഇവർക്ക് വിഷ്ണു എന്ന ലോയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുണ്ടോ നോക്കാം. ഓക്കെ ഓക്കെ ചീഫ്. വിഷ്ണു എന്നൊരാൾ ലിസ്റ്റിലുണ്ട്, പക്ഷെ ശിവാനന്ദ്, ഡോക്ടർ രമ്യ, വിഷ്ണു ഇവർ മൂന്നുപേരും കൂടി ഇടപെട്ട കേസുകളൊന്നും കാണുന്നില്ല. വാട്ട്? കേസ് ഫയൽ ചെയ്ത് പ്രോസിക്യൂഷൻ കേസ് നടത്തിയാൽ മാത്രമേ നമ്മുടെ ഡേറ്റാബേസിൽ ഉണ്ടാവൂ ചീഫ്. ദാറ്റ്സ് ഇറ്റ്. ആ കേസ് കോടതിയിൽ വരുന്നതിന് മുമ്പേ അവസാനിച്ചു. ലോയർ വിഷ്ണു ഇൻവെസ്റ്റിഗേഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചീഫ്, അയാൾ ജനിച്ച ജൂലൈയില്ല. സോ കില്ലറുടെ മൂന്നാമത്തെ ടാർഗറ്റ് വിഷ്ണുവാണോ? അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ആദ്യം വിഷ്ണുവിനെ രക്ഷിക്കണം. അയാൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ നോക്കണം. അയാളുടെ ഫാമിലി, ഫ്രണ്ട്സ് ആരായിരുന്നാലും ശരി, ട്രൈ ടു ഗെറ്റ് ഹിസ് നമ്പർ. നെറ്റിൽ ജസ്റ്റ് ഡയൽ നോക്കാം സർ. നോ, നമ്മുടെ ഐ.ടി. ട്രൈ ചെയ്യും. ചീഫ് നമ്പർ കിട്ടി. വീട്ടിൽ 2 പേർ, ഓഫീസിൽ 2 പേർ. കോൺസ്റ്റബിൾസിനെ വാച്ച് ചെയ്യാൻ ഏർപ്പെടാം. നമ്മുടെ പട്രോളിംഗ് ഓഫീസേഴ്സിനെ ഇൻഫോം ചെയ്യും. നമ്മളൊരു ബ്ലാക്ക് സ്കോർപ്പിയോ ആണ് സെർച്ച് ചെയ്തെന്ന് പറയും. ഇപ്പോൾ ശ്രമിച്ചാൽ അവനെ പിടിക്കാം. ബി കെയർഫുൾ. വെപ്പണുമായി വേണം പോകാൻ. കീപ് ഇൻ ടച്ച്. വിഷ്ണുവിന്റെ നമ്പർ എനിക്ക് ടെക്സ്റ്റ് ചെയ്യണം. ബട്ട് പെട്ടെന്ന് എങ്ങനെ വിഷ്ണു? മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ല. അറ്റൻഷൻ ടു ഓൾ യൂണിറ്റ്സ് നിയർ അടയാർ ഏരിയ. ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളർ സ്കോർപിയോ കാർ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഇൻഫോം ചെയ്യണം. 25 വയസ്സുള്ള, ഉദ്ദേശം 168 സെന്റിമീറ്റർ ഉയരമുള്ള ഒരാളെയാണ് നമ്മൾ തിരയുന്നത്. എല്ലാവരും അലേർട്ടായിരിക്കണം. സംസാരിക്കട ചെറ്റേ. റിലാക്സ് ഡ്യൂഡ്. വിഷ്ണുവിനെ ഞാൻ കൊന്നു.
പോയി അവന്റെ ഡെഡ് ബോഡി എടുത്ത് തിന്നോ. ഏയ് ഹലോ, റിലാക്സ് ഡ്യൂഡ്. വിഷ്ണുവിനെ ഞാൻ കൊന്നു. പോയി അവന്റെ ഡെഡ് ബോഡി എടുത്ത് തിന്നോ. ഹലോ കൺട്രോൾ റൂം, ഞാൻ DSP രഞ്ജിത്താണ് സംസാരിക്കുന്നത്. എൻ്റെ ലാസ്റ്റ് കോൾ ട്രേസ് ചെയ്യണം. കോൾ വന്ന സ്ഥലത്തിനടുത്ത് അയ്യപ്പൻ കോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വേഗം, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സർ, കോൾ ട്രേസ് ചെയ്തു. കൊട്ടിവാക്കം ടവറിന്റെ അടുത്ത് നിന്നാണ്. അടുത്തൊരു അയ്യപ്പൻ കോവിലുമുണ്ട്. യെസ്, ഞാനൊരു മർഡർ സസ്പെക്ടിനെ തേടി കൊട്ടിവാക്കത്തേക്ക് പോവുകയാണ്. എൻ്റെ സെൽഫോൺ ട്രേസ് ചെയ്തിട്ട് എനിക്ക് ബാക്കപ്പ് തരണം. കൊട്ടിവാക്കം ഏരിയയിലെ പട്രോൾ അലർട്ട് ചെയ്യണം. നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ ആണ്. ഞാനവിടെ പിടിച്ചതാ, മിസ്സായി പോയി. നമ്മൾ ഇത്ര അടുത്തെത്തിയില്ലേ ചീഫ്? ഉറപ്പായി നമ്മൾ അവരെ പിടിച്ചിരിക്കും. ചീഫ് ഭാഗത്തൊന്ന് നോക്കണം. അതിൻ്റെ ആവശ്യമില്ല ജോ. ഉള്ളിലുള്ളത് ആരാണെന്ന് എനിക്കറിയാം. ലോയർ വിഷ്ണു. അയാളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും. തൂക്കിക്കൊന്നിട്ടുണ്ടാവും.
2 തവണ വെടിവെച്ചിട്ടുണ്ടാവും. പോലീസ് യൂണിഫോം ഉണ്ടാവും. മുതുകിലൊരു കോഡ് നമ്പറും ധനുസിന്റെ മുഖംമൂടിയും. അവന്റെ ലിസ്റ്റിലുള്ള അടുത്ത ടാർഗറ്റ് ഞാനാണ്. നമ്മുടെ ന്യൂസ് ചാനൽ നടത്തിയ ഓൺലൈൻ സർവേയിൽ 3 കൊലപാതകങ്ങൾ നടന്നിട്ടും ഇതുവരെയായി കൊലപാതകയെ കണ്ടുപിടിക്കാത്തത് നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണെന്ന് സർവേയിലെ 90% കാഴ്ചക്കാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സാമൂഹ്യ പ്രവർത്തകൻ ശിവാനന്ദൻ, ഡോക്ടർ രമ്യ, അഡ്വക്കേറ്റ് വിഷ്ണു, ഇങ്ങനെ തുടർച്ചയായി കൊലപാതകം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതേക്കുറിച്ച് താങ്കളുടെ ഒപ്പീനിയൻ ഒന്ന് പറയാമോ? ആരോ ഒരുത്തൻ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ ആളുകൾക്ക് കഴിവില്ല. മിണ്ടിയാലുടൻ സ്കോട്ട്ലാൻഡ്. നിങ്ങൾ ഒരുത്തനെന്ന് പറയുന്നത് കുറച്ചുപേർ കൂടിച്ചേർന്ന് ചെയ്യാലോ. ഒരുത്തനോ കൂട്ടമോ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നാട്ടിലുള്ള മറ്റു പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് ഈ പ്രശ്നവും. ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ പോലീസുകാരൊന്നും പറയില്ല. പിന്നെ ക്രൈം ഡിപ്പാർട്ട്മെന്റും നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ഒന്നും കൈമാറുന്നില്ല. എന്നാൽ ഗവൺമെന്റ് ഇത് കണ്ടതായി നടിക്കുന്നില്ല. പേപ്പർ നോക്കാൻ പോലും പേടിയാവുകയാണ്. മാഡം പറഞ്ഞത് വളരെ ശരിയാണ്. സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് മുതലായവയിൽ അടുത്ത ഇര ഇന്നയാളാണെന്ന തരത്തിൽ വ്യാജ മെസ്സേജുകളും ഫോട്ടോസും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാ TV ചാനലുകളിലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നെയാണ് അടുത്തതായി കൊല്ലാൻ പോകുന്നു എന്നുള്ള കാര്യം വാർത്തകൾ വരികയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തകളെല്ലാം സത്യമാണെന്ന് കരുതിയാൽ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. സർ, രഞ്ജിത്ത്, അവന്റെ അടുത്ത ടാർഗറ്റ് നീയാണെന്ന് എങ്ങനെ പറയാനാവും? സർ, ഡോക്ടർ രമ്യ ഫോറൻസിക് പത്തോളജിസ്റ്റായി വർക്ക് ചെയ്ത് ലോയർ വിഷ്ണു എവിഡൻസസിന് സഹായിച്ച കേസ്, ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കേസ്, കാത്തറിൻ ഇമാനുവൽ. ആ കേസ് നമ്മുടെ ബ്രാഞ്ചിലേക്ക് വരാനുള്ള കാരണം തന്നെ ശിവാനന്ദൻ നടത്തിയ നിയമ പോരാട്ടങ്ങളാണ്. ഇമാനുവൽ, അദ്ദേഹത്തിന്റെ വൈഫ്, ആ ആർക്കിടെക്ട് കപ്പിൾ. എക്സാക്ട്ലി സർ. വലിയ സമ്പന്നരായിരുന്നു. കാത്തറിൻ അവരുടെ ഒരേ ഒരു മകൾ. സന്തോഷമായി കഴിഞ്ഞിരുന്ന കുടുംബം. അവരുടെ വീട്ടിൽ ഒരു ജോലിക്കാരുണ്ടായിരുന്നു, പേര് മരിയദാസ്. അയാളും ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. പാചകം ചെയ്യുന്നത്, വീട്ടുജോലികൾ ചെയ്യുന്നത്, കാദറിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നത് എല്ലാം മരിയദാസ് ആയിരുന്നു. മമ്മി, look what I won. Oh, good. I have to go by. Good job, Kathy. Keep it up. Well. Sir, don't worry about the deadlines. വളരെ തിരക്കുള്ള പാരന്റ്സിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം, അഫെക്ഷൻ എല്ലാം കാദറിന് മരിയദാസിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ഒരു രാത്രിയിൽ ആ കുടുംബത്തിന്റെ എല്ലാ പ്രൗഢിയും നശിച്ചു. കാതറിൻ കൊല ചെയ്യപ്പെട്ടു. മരിയദാസിനെ കാണാതായി. വീട്ടിലെ സ്വർണം, പണം എല്ലാം നഷ്ടപ്പെട്ടു. മരിയദാസിനെ സസ്പെക്റ്റായി പ്രഖ്യാപിച്ച് പോലീസ് കേസ് ചാർജ് ചെയ്തു. മരിയദാസിനെ ഒരാഴ്ചയായിട്ടും കണ്ടെത്താനാവാഞ്ഞപ്പോൾ വിക്ടിമിനെ അടക്കം ചെയ്ത് കേസ് ക്ലോസ് ചെയ്തു. 2 ആഴ്ച കൊണ്ട് എല്ലാം കെട്ടടങ്ങി. എന്നാൽ ഈ കേസിൽ എന്തോ ദുരൂഹതയുണ്ട്. യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തണമെന്നും പറഞ്ഞ് മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. ജനങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മരിയദാസിന്റെ ഫാമിലി ശിവാനന്ദനെ ചെന്ന് കണ്ട് കരഞ്ഞപേക്ഷിച്ചതിനാൽ ഹൈക്കോർട്ടിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്ത് കേസ് റീഓപ്പൺ ചെയ്തു. ഹൈക്കോർട്ട് ഓർഡർ പ്രകാരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. എന്റെ നേതൃത്വത്തിൽ ഞാൻ കാദറിന്റെ ബോഡി പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. എന്നാൽ കേസിന്റെ പ്രധാന എവിഡൻസ് ആയ മർഡർ വെപ്പൺ ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഒരു ദിവസം ഐ ഗോട്ട് ദി ബ്രേക്ക് ത്രൂ. ഹലോ, ഹൗ യു? ഫൈൻ. No thanks. Can we go? Sure.
ഓ, നിങ്ങൾ ഗോൾഫ് പ്ലെയർ ആണോ? യെസ്. ഏത് ക്ലബിലാണ് കളിക്കുന്നത്? അവിഷ, ശ്രീപെരുമ്പുത്തൂർ. ഞാൻ റേസ് ക്ലബ് മെമ്പറാണ്. ജസ്റ്റ് എ ബിഗിനർ, എക്സ്പെർട്ട് ഒന്നുമല്ല. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിസ്സംഗമായ മറുപടി. മകൾ മരിച്ച സങ്കടം കൊണ്ടാണെന്ന് ഓർത്ത് ഞാനത് കാര്യമാക്കില്ല. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഒരു ഗോൾഫ് കിറ്റിൽ 14 ക്ലബ് ഉണ്ടായിരിക്കും. എല്ലാം കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും, ഒരെണ്ണം ഒഴിച്ച്. അതാണ് പുട്ടർ, ഹോളിനടുത്തുള്ള പന്തടിക്കാനുള്ള ക്ലബ്. ഇമ്മാനുവലിന്റെ കിറ്റിലുണ്ടായിരുന്ന ആ പുട്ടർ പുതിയതായിരുന്നു. കാഡിയുമായി സംസാരിച്ചപ്പോൾ ഇമ്മാനുവൽ കൊല നടന്ന് 2 ആഴ്ചയ്ക്കകം ഒരു പ്രാവശ്യം മാത്രമേ ഗോൾഫ് കളിക്കാൻ ചെന്നിരുന്നുള്ളൂ എന്ന് മനസ്സിലായി. ഫോറസ്റ്റിൽ നിന്നും ലഭിച്ച പുട്ടറിലെ മേക്ക്, ഫിംഗർ പ്രിന്റ്സ് എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ഇമ്മാനുവലിന്റെ മിസ്സിംഗ് പുട്ടറാണെന്ന് മനസ്സിലായി. ഫോറൻസിക് ലാബ് എക്സാമിനേഷനിൽ അത് തന്നെയാണ് ഞാൻ തേടി നടന്ന മർഡർ വെപ്പണെന്ന് കണ്ടുപിടിച്ചു. DNA ടെസ്റ്റിൽ 2 പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി ലഭിച്ചു. ഫസ്റ്റ്, ക്രൈം സ്പോട്ടിൽ കാദറിന്റെ മാത്രമല്ല മരിയദാസിന്റെ രക്തവും ഉണ്ടായിരുന്നു. രണ്ടാമത്, ഗോൾഫ് പുട്ടറിൽ നിന്ന് ലഭിച്ച ബ്ലഡ് സ്റ്റെയിൻസ് മരിയദാസിന്റേതായിരുന്നു. സോ മരിയദാസിനെ കാണാതായതല്ല, കൊല ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടുപിടിച്ചു. പത്തോളജി റിപ്പോർട്ട് പ്രകാരം ആ പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. സ്പേം ഡെപ്പോസിറ്റിലെ DNA മരിയദാസിന്റെ DNAയുമായി മാച്ചായിരുന്നു. അങ്ങനെ കേസ് തെളിയിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരിയദാസാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മകൾ. നിങ്ങളുടെ വീട്ടിലെ CCTV ഫുട്ടേജ് നോക്കിയപ്പോൾ സംശയിക്കപ്പെടേണ്ടതായ ആരും ഉള്ളിൽ കടന്നിട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം, മരിയദാസിന്റെ ഡെഡ് ബോഡി നിങ്ങളുടെ ഫാം ഹൗസിൽ നിന്ന് ലഭിച്ചു എന്നതാണ്. പാർട്ടി ക്യാൻസൽ ചെയ്തെന്നവർക്ക് പറഞ്ഞുകൂടായിരുന്നു. ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം. പുതിയ കാറിലെ ടെസ്റ്റ് ഡ്രൈവിന് പോയതാന്ന് കരുതിയാൽ മതി. എന്നോട് ക്ഷമിക്കണം മാഡം. Mama. Why did you do this, Papa? Why? ഞങ്ങൾ നിനക്ക് എന്ത് കുറവ് വരുത്തി? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ കൊച്ചുകുട്ടിയാ. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ചെയ്തത്. എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ നോക്കിക്കോളാം. I'm going to call the police. No, വേണ്ട. വേണ്ട. Mama, please leave me. Please, do something. Please. നീ അവിടെ പറഞ്ഞു നിർത്ത്. ഞാൻ ഒരാളെ വിളിക്കട്ടെ.
ഇമ്മാനുവൽ സമൂഹത്തിലെ ഉന്നതനായ വ്യക്തിയാണ്, ഹൈലി ഇൻഫ്ലുവൻഷ്യൽ. അയാളൊരു കഥയുണ്ടാക്കി പണം കൊടുത്ത് സ്വാധീനിച്ച് അതുപ്രകാരം പോലീസ് കേസ് ക്ലോസ് ചെയ്തു. സർ, എന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്ക് സർ. 16 വയസ്സ് മാത്രമുള്ളൊരു പെണ്ണ് വീട്ടിലുള്ള വേലക്കാരനുമായി ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ് സർ. എന്റെ മകളെ അവൻ റേപ്പ് ചെയ്ത് കൊന്നു. ആ ദേഷ്യത്തിൽ ഞാൻ അവനെ അടിച്ചു കൊന്നു. അങ്ങനെ ആ റിപ്പോർട്ടൊന്ന് മാറ്റി എഴുതണം സർ. പത്രക്കാർ അവളെ പറ്റി എന്തൊക്കെ എഴുതിയിരിക്കുന്നെന്ന് അറിയാവോ? TV ഓൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഓൾറെഡി മരിച്ചു പോയ ഒരു പെണ്ണിനെ മീഡിയ വീണ്ടും വീണ്ടും റേപ്പ് ചെയ്താണെന്നതിന് യാതൊരു എവിഡൻസും ഇല്ല. അവർ രണ്ടുപേരുടെ ഇഷ്ടത്തോടെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓട്ടോപ്സി റിപ്പോർട്ടിൽ നിന്ന് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എവിഡൻസ് സപ്രസ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ രമ്യയോട് ഈ കാര്യം ഞാൻ സംസാരിച്ചിരുന്നു. അവർ കളക്ട് ചെയ്തിരിക്കുന്ന DNA എവിഡൻസ് മാത്രം മതി നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ. ഞാൻ ആ DNA റിപ്പോർട്ട് മാറ്റി എഴുതിക്കാം. എനിക്ക് കണക്ഷൻസ് ഉണ്ട്. എനിക്കത് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ആ സാമ്പിൾ വെച്ച് തന്നെ നിങ്ങൾ റിവേഴ്സ് റിപ്പോർട്ട് കൊടുക്ക്. സർ, നിങ്ങൾ എത്ര പണം ചോദിച്ചാലും തരാം. ഇന്ത്യയിൽ വെച്ചോ വിദേശത്ത് വെച്ചോ, ജസ്റ്റ് ഒരു എമൗണ്ട് മാത്രം പറയും സർ. സർ, ഞങ്ങൾ രണ്ടുപേരും സിറ്റിയിലെ ലീഡിംഗ് ആർക്കിടെക്റ്റ് ആണ്. ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ എന്തായി തരും? അപമാനമാണ് സർ. You are done right. You have to face the consequences. എന്നോടെല്ലാം മറച്ചു വെച്ചല്ലേ, പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ് നശിപ്പിച്ചല്ലോ സാറേ. കാതറിന്റെ വയസ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ചോദിച്ചതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തു. പണം ചെലവഴിച്ച നേരത്ത് കുറച്ച് സമയം ചെലവഴിക്കേണ്ടതായിരുന്നു. സോ നിന്റെ തിയറി എന്താ? ശിവാനന്ദ്, ഡോക്ടർ രമ്യ, വിഷ്ണു, പിന്നെ ഞാൻ, ഞങ്ങളെ 4 പേരെയും കണക്ട് ചെയ്യുന്ന ഒരേ ഒരു കേസ് ഇതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആരോ ഒരാളാണ് സസ്പെക്ട്. ആര്? ആ കുടുംബത്തിലെ എല്ലാവരും മരിച്ചില്ലേ? റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ആ മരണം മൂലം ദുഃഖം അനുഭവിക്കുന്ന ആരെങ്കിലും. ശരി, അവർ മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇത്ര നാളില്ലായിരുന്ന പക ഇപ്പോൾ എന്തിനാ? ഐ ആം നോട്ട് കൺവിൻസ്ഡ്. സർ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാതെ എങ്ങനെയാ സർ? നോ രഞ്ജിത്ത്, ഐ ആം സോറി. ഐ ഹാവ് ടു ഡു ദിസ്. ഇനി മുതൽ ഈ കേസ് ഞാൻ അന്വേഷിച്ചോളാം. നിങ്ങൾ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി. സർ, പ്ലീസ് സർ. നിങ്ങളിതിൽ പേഴ്സണലായി ഇൻവോൾവ് ആണ്. ജഡ്ജ്മെന്റ് ശരിയാവണമെന്നില്ല. നിങ്ങൾക്ക് പാർക്കിൻസൺസ് ഉണ്ടെന്ന് മറച്ചു വെച്ചത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സർ, ഞാൻ ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ടാവണം സർ. ഉറപ്പായും. പക്ഷേ ഫീൽഡ് വർക്കിന് കൂട്ടില്ല. വന്ദന, ഐ ആം റെഡി ടു മീറ്റ് ദ പ്രസ്. എന്താടാ, ഉറക്കമൊന്നുമില്ലേ? ആ സീരിയൽ കില്ലർ കേസ് ചേട്ടനെ കിടത്തി ഉറക്കുന്നില്ലേ? നീ എന്താ ഉറങ്ങാത്തത്? എനിക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട്, ആകെ ഭ്രാന്താകുന്നു. ചേട്ടനൊരു സീരിയൽ കില്ലർ ഉള്ളതുപോലെ എനിക്കും ഓഫീസിലൊരു കില്ലറുണ്ട്. വരാൻ പോകുന്ന പ്രോജക്ട്സ്, ഡെഡ് ലൈൻസ്. ചേട്ടൻ്റെ ലോജിക്ക് അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാലോ അല്ലേ? എന്ത് ലോജിക്ക്? ഉറക്കം വരുന്നില്ലെങ്കിൽ 4 പെഗ് അടിക്കാമെന്ന ലോജിക്ക്. അപ്പോൾ ഇതുവരെ നീ കള്ളു കുടിച്ചിട്ടില്ലെന്നാണോ? ചേട്ടൻ്റെ കൂടെ അടിക്കുന്നതിന് ചെറിയൊരു പെർമിഷൻ. Cheers for the serial killers. പിന്നെ ഓഫീസൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ആദ്യത്തെ പെഗിൽ കാഷ്വലായി തുടങ്ങിയിട്ട് 4ാമത്തെ പെഗിൽ ലീനെ പറ്റി ചോദിക്കാനല്ലേ? ഞാനാ കളിക്കില്ല. ഇല്ല, ചോദിക്കുന്നില്ല. വിട്. അതൊക്കെ പോട്ടെ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെ ടെക്കീസ് ഒന്നുമില്ല? എത്രയോ പേരുണ്ട്. പോലീസ് എന്നാൽ വെറും അടിത്തറ മാത്രമാണെന്ന് അർത്ഥം. ഇന്റലിജൻസുകാരും ഉണ്ടടാ. ആഹാ, അതുകൊള്ളാലോ. പുതിയ അറിവാണല്ലോ. പോലീസ് ജോലിക്ക് കിട്ടുന്ന കിക്ക് വേറെ ഒരു ജോലിക്കും കിട്ടില്ലടാ. പോലീസ് പണിയൊക്കെ ചേട്ടൻ ചെയ്താൽ മതി. എനിക്കതൊന്നും സെറ്റാവൂല.
ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ പോയി BMW വാങ്ങി സെറ്റിലാകാൻ പോവാ. അത് മതി എനിക്ക്. എടാ, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഏത് നാട്ടിൽ വേണമെങ്കിലും സെറ്റിലാകാമായിരുന്നു. പക്ഷെ ഒരു ഇൻസിഡൻറ്റ് എന്നെ മാറ്റിമറിച്ചു. ഒരു സിൻസിയറായ പോലീസ് ഓഫീസർ ഒരു ദിവസം ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ 4 റൗഡികൾ അയാളെ വടിവാൾ കൊണ്ട് വെട്ടി വീഴ്ത്തി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ചോരയിൽ കുളിച്ച് കിടക്കുക അയാൾ. കണ്ണിൽ മാത്രമാണ് കുറച്ച് ജീവനുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് എൻ്റെ കണ്ണുകളിലേക്ക് അയാൾ നോക്കി. ഉടനെ മരിച്ചു. അന്ന് നീ ചെറിയ കുട്ടിയാ. അറിയാം, നമ്മുടെ അച്ഛനല്ലേ. അന്നാണ് ഞാൻ ഒരു പോലീസ് ഓഫീസറാവണമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ അച്ഛനെ ആരാണ് കൊന്നതെന്നറിയില്ല. ഒരു അൺസോൾവ്ഡ് കേസ്. അതുകൊണ്ട് ഏത് കേസ് ഞാൻ ഏറ്റെടുത്താലും എനിക്ക് നിർബന്ധമാണ്. സോൾവ് ചെയ്യാതെ വിടില്ലെന്ന് ഡിസൈഡ് ചെയ്യും. ഞാനത് ചെയ്യും, തെളിയിക്കും. എനിക്ക് നമ്മുടെ അച്ഛനെ പറ്റി അധികമൊന്നും അറിയില്ല. എൻ്റെ ചേട്ടൻ എനിക്ക് നല്ലപോലെ അറിയാം. ചേട്ടൻ അവന് ഉറപ്പായും പിടിക്കും. ചിയേഴ്സ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. റോക്കി, 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 റോക്കി. രഞ്ജിത്ത്, സർ, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നീ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. ഞാൻ വേണമെങ്കിൽ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യാം. സർ, അവനെ പേടിച്ചിട്ട് എങ്ങനെയാ സർ? SP പറഞ്ഞത് നീ കേൾക്കാഞ്ഞിട്ടാ ഞാൻ തന്നെ നേരിട്ട് വന്നത്. ഈ സമയത്ത് ഞാനിങ്ങനെ... നോ മോർ ഡിസ്കഷൻ. ബി സേഫ്. ഇറ്റ്സ് മൈ ഓർഡർ. സർ. യെസ് ജോ. ചീഫ്, ഒരു ബ്രേക്ക് ത്രൂ. ആദ്യത്തെ എവിഡൻസ് ലോയർ വിഷ്ണുവിനെ കിഡ്നാപ്പ് ചെയ്തെടുത്തുനിന്ന് കിട്ടിയ സിറിഞ്ച് മയക്കുമരുന്ന് കുത്തിവെച്ചാണ് വിഷ്ണുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഡ്രഗ് അനാലിസിസ് റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് അവൻ തന്നെ പ്രിപ്പയർ ചെയ്തൊരു കോമ്പൗണ്ടാണ്. ഓക്കെ, വൺ തിങ് ഈസ് കൺഫേംഡ്. കൊലയാളി ഒരു കെമിസ്റ്റാണ്. ഡ്രഗ്സിനെ പറ്റി നന്നായി അറിയാവുന്നവൻ. പക്ഷേ എത്ര വലിയ ബുദ്ധിശാലിയായിരുന്നാലും തുടർച്ചയായി തെറ്റുകൾ ചെയ്ത് കൂട്ടുമ്പോൾ എവിടെയെങ്കിലും സ്കിപ്പാകും. ഗുഡ് ലീഡ് ജോ. ഇമ്മാനുവലിന് അന്വേഷണത്തിൽ റിലേറ്റീവായി ആരും തന്നെയില്ല. അവരുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയിട്ട് 20 വർഷം കഴിഞ്ഞു. എന്നാൽ ചെക്ക് ദിസ്, ഇമ്മാനുവലിന്റെ അനിയൻ ഒരു ഫാർമസിസ്റ്റാണ്. ഉടനെ തന്നെ അയാളെ ഫോളോ ചെയ്യും. ഡൺ ചീഫ്. എൻ്റെ ചേട്ടനാണ്.
ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ ബിസിനസ് തുടങ്ങിയത്. ഒത്തുപോകാത്തതുകൊണ്ട് പിരിഞ്ഞതാ. മരണം വരെ സംസാരിച്ചിട്ടേ ഇല്ല. പേപ്പറിൽ കണ്ട ന്യൂസ് അറിഞ്ഞത്. എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവന്റെ കൂടെ ഞങ്ങളുടെ മാനവും പോയി. മറന്നതെല്ലാം ഓർമ്മിപ്പിക്കാനാണോ നിങ്ങൾ വന്നത്? ഇമ്മാനുവലിന്റെ ചേട്ടന്റെ ഫാമിലി, ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും ഒരു ആക്സിഡന്റിൽ മരിച്ചു. അയാളുടെ മകൻ ക്രിസ്റ്റഫർ അമേരിക്കയിൽ സെറ്റിൽ ആയിരിക്കുക. ക്ലോസ് ഫാമിലി സർക്കിൾ ഇതൊക്കെയാണ്. ജോ, ഞാൻ അവനെ ചെക്ക് ചെയ്തോളാം. ക്യാൻ യു ഹാൻഡിൽ ഇറ്റ്? ചീഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. സോ ഇമ്മാനുവലിന്റെ ഫാമിലിയിൽ സസ്പെക്ട്സ് ആരുമില്ല. അപ്പൊ ചീഫിന്റെ തിയറി തെറ്റായിരിക്കും. ചീഫ് വിക്ടിം അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന നാലാമത്തെ വിക്ടിം ആര്? എന്തിയാ ഇവിടെ? അത് ഈ നേരത്ത് എൻ്റെ അബ്സ്ട്രാക്ട് പെയിന്റിംഗ് സോൾവ് ചെയ്യുക. ഡോണ്ട് വറി, അത് സോൾവ് ആയിക്കോളും. ഹായ് ഡാർലിംഗ്. എന്താ കണ്ണാ, ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരുന്നില്ല അമ്മ, പേടിയാവുന്നു. ഏതെങ്കിലും ഹൊറർ ഫിലിം കണ്ടോ? എന്തു പറ്റി? ആ കില്ലർ അച്ഛനെയാണ് നെക്സ്റ്റ് പിടിക്കാൻ പോകുന്നതെന്ന് പറയുന്ന കേട്ടു. അത് ശരിയാണോ അച്ഛാ? അങ്ങനെ ഒന്നുമില്ല മോളെ. ആ കില്ലർ ഡാഡിക്ക് നേരെ വന്നാൽ ഡാഡി അവനെ എന്ത് ചെയ്യും? പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും? അവനെ അടിച്ച് തുരത്തി ഓടിക്കില്ലേ? ഓ മൈ ഗോഡ്, യു നോ വൈ? Because my dad is a Superman. Yeah, my super girl you are. ഹലോ. നീലാങ്കരി എസ് ഐ മഞ്ജുനാഥനാണ് മാഡം. നോക്കി ഇറക്കാം ബോഡി. മതിയേ. അപ്പോൾ നമ്മുടെ തിയറി തെറ്റാണോ? നാലാമത്തെ കൊലയും ഒരു പോലീസുകാരനാണെങ്കിൽ അയാൾ പോലീസ് ഡ്രസ് ഇട്ട് കെട്ടിത്തൂക്കോ? ഇറ്റ് ഡസൻ കം അണ്ടർ ദിസ് പാറ്റേൺ. അത് വിട് ചീഫ്, റിലാക്സ്. ജോ, കൊലപാതകയെ നമ്മൾ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. അസുഖമൊക്കെ മാറി വാ ചീഫ്, കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് ജോ പറയുന്ന പോലെ ജെട്ടിക്കുള്ളിൽ ബോംബ് വെക്കാം. എന്തെങ്കിലും കുടിക്കാൻ വേണം? ഒന്നും വേണ്ട. ആ ശരി മോളെ, വാ. 11 മണിയായി, വിശക്കുന്നു. ഇവിടെ അടുത്ത് നല്ല ബിരിയാണി കിട്ടുന്ന ഒരു കടയുണ്ട്, ഞാൻ വാങ്ങിട്ട് വരാം. നിനക്കേതാ, മട്ടനോ ചിക്കനോ? യോ, എനിക്ക് സബ്വേയിൽ നിന്ന് 6 ഇഞ്ച് ഇറ്റാലിയൻ ബ്രെഡ്, ചിക്കൻ ഹാം, നോ സോസ് നോ ചീസ്. ഓ, ഇതൊക്കെ കഴിച്ചാണ് ഇത്രയും സ്ലിം ആയിരിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് ഫോൺ ചെയ്യാം, നീ തന്നെ പറയാൻ എന്താ വേണ്ടെന്ന്. പെണ്ണുങ്ങളുടെ സീക്രട്ട് ഒന്നും ചോദിക്കരുതാ. മാതാവേ, 11 മണിക്ക് എന്തൊരു ട്രാഫിക്. എല്ലാവരും ബിരിയാണി തിന്നാൻ പോവാണ്. പോലീസ് പവർ കാണിച്ചാലേ ബിരിയാണി തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ ഐ ആം റെഡി. ആർ യു അലർജിക് ടു എനി മെഡിസിൻ സർ? നോ. 12 മണി കഴിഞ്ഞ് ഒന്നും കഴിക്കരുത് സർ. ഷുവർ. സാറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻഫർമേഷൻ മാത്രം ഞങ്ങളുടെ കയ്യിലില്ല സർ. പറയാം. ഈ നമ്പർ പസിൽ ഇനിയും സോൾവ് ചെയ്തിട്ടില്ല. ക്രാക്ക് ചെയ്താൽ മിസ്സിംഗ് ലിങ്ക് കിട്ടും. സർ? നോ, ഇറ്റ്സ് നോട്ട് ഫോർ യു. താങ്ക് യു. താങ്ക് യു. ആ 4 ഡിജിറ്റ് നമ്പർ? ഐ തിങ്ക് അവൻ നമുക്ക് ക്ലൂ തരുന്നതായിരിക്കും. ഡ്രസ്സിലൂടെ വിക്ടിമിൻ്റെ തൊഴിൽ, മാസ്കിലൂടെ അവൻ ജനിച്ച മാസം. എടി എന്താ ഇത്? വെറും ഡേറ്റ്, മന്ത്. വെയിറ്റ് എ മിനിറ്റ്.
ഇപ്പം നമുക്ക് മിച്ചമുള്ള ഒരേ ഒരു ഡീറ്റെയിൽ അവൻ ഏത് തീയതിയിൽ കൊല ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. കറക്റ്റ് ഏട്ടാ. 4 ഡിജിറ്റ് മാച്ച് ആകുന്നത് ഡേറ്റ് ആൻഡ് മന്ത് ആണ്. ഫോർ എക്സാമ്പിൾ 0912. 100% ഡേറ്റ് ആണ്, എന്നാൽ അത് പസിലിൻ്റെ രൂപത്തിലാണ്. ആ 3 മർഡറിനെയും കണക്ട് ചെയ്യുന്ന കോമൺ ബട്ട് യൂണിക് വിഷയം എന്താ? ബുള്ളറ്റ്സ് ആദ്യത്തെ വിക്ടിമിനെ 4 പ്രാവശ്യം ഷൂട്ട് ചെയ്തു, രണ്ടാമത് 3 പ്രാവശ്യം, ആൻഡ് ലാസ്റ്റ് വിഷ്ണുവിനെ 2 വട്ടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് കേസ് ശിവാനന്ദൻ. ശിവാനന്ദന്റെ മുതിലുണ്ടായിരുന്ന നമ്പർ എത്രേ? 4864. ഓക്കെ, 4 ബുള്ളറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 1216. 12ാമത് ദിവസം 16ാമത്തെ മാസമോ? അല്ലല്ല, 16-ാം തീയതി 12-ാം മാസം എന്നായിരിക്കും. 16 ഡിസംബർ 2016. അതെ ചീഫ്, അന്നാണ് അവൻ ഡോക്ടർ രമ്യയെ കൊന്നത്. രമ്യയുടെ മുതിലുണ്ടായിരുന്ന നമ്പർ ഏതാ? 3660. അവർക്ക് 3 ബുള്ളറ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1220. അപ്പോൾ 20th ഡിസംബർ വിഷ്ണുവിനെ കൊല ചെയ്ത ദിവസം. സോ ഓരോ തവണ അവൻ ആളുകളെ കൊല്ലുമ്പോഴും അടുത്ത വിക്ടിമിനെ എപ്പോ കൊല്ലുമെന്ന് അവൻ ഡേറ്റിന് ക്ലൂ തരുന്നുണ്ട്. യെസ്, ഹി സോൾവ്ഡ് ഇറ്റ്. ബ്രില്യന്റ് ചീഫ്. പക്ഷെ എന്തിനാ ഈ ഡേറ്റും മാസവും മാറ്റി എഴുതിയിരിക്കുന്നത്? നമ്മളെ കുഴപ്പിക്കാനായിരിക്കും? കുഴപ്പിക്കാനല്ല, ലോകത്തിൽ അമേരിക്കയിൽ മാത്രമാണ് ആദ്യം മന്ത് എഴുതി പിന്നെ ഡേറ്റ് എഴുതുന്നത്. അപ്പൊ കൊലപാതകി ഒരു കെമിസ്റ്റ്, ഡ്രഗ്സിനെ പറ്റി നല്ലോണം അറിയുന്നവൻ, സംതിങ് ടു ഡു വിത്ത് അമേരിക്ക. അമേരിക്ക? ഇമ്മാനുവലിന്റെ ചേട്ടന്റെ മകൻ അവിടെയല്ലേ പഠിക്കുന്നത്? പേര്? What are you saying? Yes, chief. Call immigration. ഹലോ പ്രീതി, ഒരു ക്വിക്ക് ഹെൽപ്പ്. ഇമിഗ്രേഷൻ റെക്കോർഡ്സ് ചെക്ക് ചെയ്യണം. ഓക്കെ, കൺഫേംഡ്. ക്രിസ്റ്റഫർ, ഫാർമക്കോളജി ഗ്രാജുവേറ്റ്, റഡ്ഗസ് യൂണിവേഴ്സിറ്റി, അമേരിക്കയിൽ പഠിച്ചതാ. 1 മാസം മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഗസ് വാട്ട്? അമേരിക്കയിൽ ഇല്ലീഗൽ ഡ്രഗ് യൂസ് ചെയ്തതിന് 1 പ്രാവശ്യം ജയിലിലും കിടന്നിട്ടുണ്ട്. മൈ ഗുഡ്നസ്. അപ്പൊ ഇമാനുവൽ കുടുംബത്തിൽ ബാക്കിയിരിക്കുന്ന ഒരേ ഒരാൾ ക്രിസ്റ്റഫർ. വിക്ടിംസിനെ കിഡ്നാപ്പ് ചെയ്ത ശേഷം അവൻ കൊടുത്ത മരുന്ന് ഒരു കെമിസ്റ്റ് ചെയ്തതാണെന്നാണ് ഡോക്ടർ വർഗീസ് പറഞ്ഞത്. അപ്പൊ ക്രിസ്റ്റഫറിന്റെ പ്രൊഫൈലും അതുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അവന്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവനെ വളർത്തി അമേരിക്കയിൽ പഠിക്കാൻ അയച്ചത് ഈ ഇമാനുവല. സ്വന്തം മോനെ പോലെ നോക്കിയിരുന്നത്. സോ റിവെഞ്ച് മോട്ടീവുണ്ട്. അതുകൊണ്ടാണ് അയാൾ മരിച്ച പോലെ എല്ലാവരെയും ഇവൻ തൂക്കിക്കൊല്ലുന്നത്. ലോയർ വിഷ്ണുവിന്റെ മർഡർ സ്പോട്ടിൽ നിന്ന് ലഭിച്ച നമ്പർ 2450. അവിടെ 2 ബുള്ളറ്റ്. സോ അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താ 1225. 25th ഡിസംബർ. ഇപ്പൊ നേരം 11 മണി. നാളെയാണ് ഡിസംബർ 25th. ഇനി 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആരാണ് അവന്റെ ടാർഗറ്റ്? പറഞ്ഞില്ലേ, ഞാൻ തന്നെയാ. നിങ്ങളല്ലേ വിശ്വസിക്കാത്ത? വെയിറ്റ് ചെയ്യൂ ചീഫ്. ക്രിസ്റ്റഫറെ ചെക്ക് ചെയ്യാൻ പോയത് ദീപക്. ലെറ്റ് മി കോൾ. പിക്കപ്പ്. ഇറ്റ്സ് സ്ട്രേഞ്ച് സർ. ദീപക് എപ്പോഴും ഫോൺ എടുക്കാറുള്ളത്. അപ്പൊ മഞ്ജുനാഥിന്റെ മർഡറോ? അച്ചപ്പം തിന്നാൻ മനസ്സില്ലടാ, ബിരിയാണി തിന്നാൻ കൊതിയാണടാ. യെസ് സർ. ജോസഫ്, ഇന്ന് ഇൻസ്പെക്ടർ മഞ്ജുനാഥിനെ കൊന്നവനെ പിടിച്ചിട്ടുണ്ട്. ദ ബാഡ് ന്യൂസ് ഈസ് അവൻ സീരിയൽ കില്ലർ അല്ല, ഒരു ലോക്കൽ ദാദ. ഏതോ പെണ്ണ് കേസിന്റെ പകയാ നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെട്ടു. യെസ് സർ. ഞാനിത് നോക്കിക്കോളാം. സോ ജോസഫ്, രഞ്ജിത്തിന്റെ കൂടെ തന്നെ വേണം. ഓക്കെ സർ. ഫൈൻ സർ. ചീഫ് ജോ വിളിക്കുന്നുണ്ട്. പറയേ. ഏയ് ലിസൺ, ഇൻസ്പെക്ടർ മഞ്ജുനാഥന്റെ കൊലപാതകയെ പിടിച്ചു. അവൻ സീരിയൽ കില്ലർ അല്ല. ഒരുപക്ഷെ രഞ്ജിത്ത് സാർ പറഞ്ഞ തിയറി കറക്റ്റ് ആയിരുന്നാൽ അങ്ങേരാണ് അടുത്ത ടാർഗറ്റ്. ഇതിനെക്കുറിച്ച് ചീഫ് അറിയരുത്. യു ആർ ഓൺ സ്പീക്കർ ഫോൺ മൈ ഡിയർ. സീരിയൽ കില്ലർ ഇമ്മാനുവലിന്റെ ഫാമിലി എന്നുള്ള ഒരുത്തനാ ക്രിസ്റ്റഫർ. അവൻ അടുത്ത മർഡർ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇന്ന്. വെയിറ്റ്. ജീസസ്, one more bad news.
ഹോസ്പിറ്റൽ റോഡിൽ ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ ഫോളോ ചെയ്യാം. എന്താ നടക്കുന്നതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നീ ചീഫിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ വന്ദന, നൗ യു ആർ ഇൻ ചാർജ്. കോൺഫിഡൻ്റ് ആയി ഹാൻഡിൽ ചെയ്യണം. എനിക്ക് അവനെ വേണം ജീവനോടെ. ഇവിടുത്തെ മാനേജർ റിലാക്സ്. ഇതൊരു പോലീസ് എമർജൻസിയാണ്. റൂം 716 പേഷ്യന്റിനെ കിഡ്നാപ്പ് ചെയ്യാൻ അറ്റംപ്റ്റ് നടന്നേക്കാം. ആരും ഭയപ്പെടണ്ട. ഡോക്ടേഴ്സോ നഴ്സസോ ആർക്കെങ്കിലും പേഷ്യന്റിന്റെ അടുത്ത് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ടേ പോകാം. ഓക്കെ. മെയിൻ ഗേറ്റിലും എക്സിറ്റ് ഗേറ്റിലും എത്ര സെക്യൂരിറ്റീസ് ഉണ്ട്? 6 പേരുണ്ട്. 2 പേര് ഇവിടെ ഒന്നിക്കാൻ പറയും. 2 പേര് സ്റ്റെയറിൽ, 2 പേര് ലിഫ്റ്റ് ലോബി, 2 പേര് റൂം 716 മുന്നിൽ. അവരവിടെ നിൽക്കട്ടെ, പോലീസ് വരുന്നവരെ. ഹറി അപ്പ് ആൻഡ് ഗെറ്റ് ദം. ഞങ്ങൾ അന്വേഷിക്കുന്ന ആളിന് 5 അടി, 26 വയസ്സ്, വെൽ ബിൽഡ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഡോക്ടേഴ്സ്, നഴ്സസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാവരും നോർമൽ ആയിരിക്കും. ആരും പേടിക്കണ്ട. വി വിൽ ഹാൻഡിൽ ദിസ്. ഗേറ്റ് സെക്യൂരിറ്റി നമ്പർ എത്ര? 7 മാഡം. ഓക്കെ. ഭയങ്കര ട്രാഫിക്കാ. ഞാൻ അവനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. വിഷ്ണുവിനെ കൊന്നയെന്ന് എന്നെയും കൊല്ലാമായിരുന്നു. അവനെന്താ എന്നെ കൊല്ലായിരുന്നു? എന്ത്? അവന്റെ നെക്സ്റ്റ് ടാർഗറ്റ് ഞാനാണ്. വെറുതെ ടെൻഷൻ അടിക്കാതെ ചീഫ്. താഴെ വീണ് പോയിട്ടും അവനെന്താ ഒന്നും ചെയ്യാൻ? സ്കോർപ്പിയോ ഹോസ്പിറ്റലിൽ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. ബി അലർട്ട്. സെക്യൂരിറ്റി, ബ്ലാക്ക് സ്കോർപ്പിയോ വന്നുകൊണ്ടിരിക്കുക. എന്നെ എന്താ ഷൂട്ട് ചെയ്യാതിരുന്നത്? സ്കോർപ്പിയോ വന്നു കൺഫേം ചെയ്. ക്രിസ്റ്റഫറിന്റെ സോഡിയാക് സൈൻ എന്താ? സ്കോർപ്പിയോ നല്ല വിൽ പവർ. എന്ത് തടസ്സം നേരിട്ടാലും കാര്യം സാധിക്കുന്നു. അവരെ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. മാഡം, സ്കോർപ്പിയോ വന്നിട്ടുണ്ട്. ഗേറ്റിനടുത്തുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും അവൻ ചെയ്യാൻ പോകുന്നില്ല. സെക്യൂരിറ്റി, അകത്തേക്ക് വന്നാൽ അവനെ ചെക്ക് ചെയ്യണം സാധാരണ പോലെ. ഇത് സിമ്പിളായി തീരാൻ പോകുന്നില്ല. ഹേയ് ക്രിസ്റ്റഫർ, നീ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? വന്ദന, സ്കോർപ്പിയോ ഹോസ്പിറ്റലിനുള്ളിലേക്ക് വന്നില്ല. നേരെ പോവുക. എന്താ? എനിക്കൊരു ബൈക്ക് കിട്ടിയിട്ടുണ്ട്. നീ വേഗം പുറത്തേക്ക് വാ. ഞാൻ വേണമെങ്കിൽ എസ് പി സാറിനെ വിളിച്ചിട്ട്. നീ ഒന്ന് ചുമ്മാ ഇരിക്കേ. സർ, യെസ്, ബാക്കപ്പ് ടീം വന്നിട്ടുണ്ട് സർ. ഗുഡ്. വന്ദനെ വിളിക്കേ. വെയിറ്റ്. രഞ്ജിത്ത് കാളിദാസ്. നീ വലിയ ബുദ്ധിമാനാണ് രഞ്ജിത്ത്. ഏയ് ചറ്റേ, ഇത് നീയും ഞാനും തമ്മിലാ. എന്തിനാണ് ബാക്കിയുള്ളവർ? അടങ്ങ് സാറേ, അടങ്ങ്. ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. താൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു? തൻ്റെ പ്രിയപ്പെട്ട ഫാമിലി, ഐ മീൻ പോലീസ് ഫാമിലി, ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്യും? നീ വന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കുക. നിനക്ക് വേണ്ടി ഞാൻ വലിയൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പറയൂ. ധൃതി കൂട്ടാതെ. പിന്നെ രഞ്ജിത്ത്, നിന്റെ ഷൂസിനുള്ളിലും സോക്സിനുള്ളിലും ഒന്നും ജെയിംസ് ബോണ്ടിനെ പോലെ തോക്കൊന്നും തിരികൊണ്ട് വരരുത്. അതൊക്കെ പഴയ സ്റ്റൈലാണ്. നോക്ക്, അവർ എനിക്ക് വേണ്ടി കെണിയിൽപ്പെട്ടിരിക്കുക. ഞാൻ പോയേ തീരൂ. ഓക്കെ, നീ 1 മുതൽ 100 വരെ സാവധാനമെണ്ണ. അതിനുള്ളിൽ ഞാൻ സേഫായി തിരിച്ചു വരും. എടിക്കള്ളി. 1. ടേക്ക് കെയർ.
എനി ഇൻഫർമേഷൻ? സർ, വന്ദനയുടെ ഫോണിൽ നിന്ന് വന്ന കോൾ ടൗണിലെ ടവറിൽ നിന്നാണ്. പക്ഷെ ഇപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ പോകുന്ന കാര്യം SP സർ അറിയണ്ട. ഓക്കെ സർ. എത്ര നേരമായി നിന്നെ ഞാൻ കാത്തിരിക്കുന്നു രഞ്ജിത്ത്. രഞ്ജിത്ത് കാളിദാസ്, ബുദ്ധിശാലിയായ പോലീസ്. ഏത് കേസ് കൊടുത്താലും ബുദ്ധി ഉപയോഗിച്ച് സോൾവ് ചെയ്യും. ഗോഡൗൺ ടു ഗോഡൗൺ ഞാൻ ഓടിച്ചില്ലേ? ആ, എങ്ങനെയുണ്ടായിരുന്നു? എന്താ നിനക്ക് വേണ്ടത്? ഈ മൊമെന്റിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എന്റെ കണ്ണിലേക്ക് നോക്ക. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇടോ, കൊല ചെയ്ത ശിക്ഷ അല്ലേ? അതിലുള്ള ന്യായവും ധർമ്മവും യാതൊന്നും പരിഗണിക്കില്ല. കൊല ചെയ്യുന്നവർക്കും കൊള്ളയടിക്കുന്നവർക്കും റേപ്പ് ചെയ്യുന്നവർക്കും അവരുടെ തെറ്റ് സാധൂകരിക്കാൻ ലോജിക്കും ന്യായങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ തെറ്റും ശരിയും ഏതെന്ന് തീരുമാനിക്കാൻ നമ്മുടെ സമൂഹം നിയമം എന്നൊരു സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ നീയും ഞാനും എല്ലാവരും നിൽക്കണം. ഈവൻ ദ കിങ് ഈസ് അണ്ടർ ദ ലോ. ഗെറ്റ് ദാറ്റ് ഫാക്ട്, യു ഇഡിയറ്റ്. പറയൂ രഞ്ജിത്ത്, നീ പറയ. നല്ല ഉറക്കെ തന്നെ പറയ. അപ്പോഴേ എനിക്ക് നല്ല ദേഷ്യം വരൂ. ഞാൻ നിന്നെ വളരെ സന്തോഷത്തോടെ യാത്രയാക്കാം. അച്ഛനും അമ്മയും മരിച്ചതോടെ വല്ലാത്തൊരു ഡിപ്രഷൻ, മെന്റൽ അസൈലം, തെമ്മാടിത്തരം, കഞ്ചാവ്, പതിയെ പതിയെ എന്നെ മനുഷ്യനാക്കിയത് നിങ്ങൾ കൊന്നവരായിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഇമ്മാനുവൽ, എന്റെ ചിറ്റപ്പനും ആന്റിയും, അല്ലല്ല അച്ഛനും അമ്മയും. നിനക്ക് അമേരിക്കയിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? പോയി പഠിക്കാം, ഞാൻ നോക്കണം. നിനക്ക് പേരൻസ് ഇല്ലാന്ന് വിഷമിക്കണ്ട ക്രിസ്റ്റഫർ. നീ ഞങ്ങളുടെ മകൻ തന്നെയാണ്. നിങ്ങളതെല്ലാം നശിപ്പിച്ചു. ഇപ്പോ ഞാൻ വീണ്ടും അനാഥൻ. തെറ്റ് ചെയ്തു രഞ്ജിത്ത്, തെറ്റ് ചെയ്തു. ഏയ്, ഒരുപാട് സമയം തരരുത്. ഇത് നിങ്ങളുടെ ഓഫീസല്ല, ക്രിസ്റ്റഫറുടെ കോർട്ട്. എന്താടാ നോക്കുന്നേ?
ഞാൻ തേള, എന്റെ ശരീരമെല്ലാം വിഷമാ. ഹായ്, നിങ്ങളുടെ SP. ഹലോ രഞ്ജിത്ത്. നിങ്ങൾ കോൾ ചെയ്ത നമ്പർ ഈ സമയം ക്രിസ്റ്റഫറുമായി ബിസിയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റഫർ ഞാൻ തന്നെയാണ്. സംസാരിക്കാം. രഞ്ജിത്ത് സർ 10 മിനിറ്റ് മതിയാവുമോ? 5 minutes, സർ. നോട്ട് ബാഡ്, നോട്ട് ബാഡ്. വെരി ഗുഡ്. ഒരു ബ്രേക്കിംഗ് ന്യൂസ് വായിക്കട്ടെ, കേട്ടോളൂ. നമസ്കാരം പ്രേക്ഷകരെ, ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്നലെ രാത്രിയിൽ DCP കാളിദാസ് വെടിയേറ്റു മരിച്ചു. ക്ഷമിക്കണം, അദ്ദേഹം വെടിയേറ്റ് മരിച്ചതല്ല, അതിക്രൂരമായി തന്നെ വേദനിപ്പിച്ച് കൊന്ന് കഴുത്തിൽ കെട്ടിത്തൂക്കിയതാണ്. മാത്രമല്ല, കെട്ടിത്തൂക്കുന്നതിന് മുമ്പായി മൂർച്ചയുള്ള ആയുധത്താൽ ഇതിലേത് വേണം മൂർച്ചയുള്ള ആയുധം കൊണ്ട് കീറി മുറിച്ച് ശരീരം വികൃതമാക്കിയിട്ടുമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെ റിയാക്ട് ചെയ്തെന്നറിയോ? ഒരുത്തൻ കെഞ്ചി കരഞ്ഞു, ഒരുത്തൻ അലറി വിളിച്ചു, ഒരുത്തി എന്റെ കുടുംബത്തെ കുറിച്ച് ഓർത്ത് ക്ഷമിക്കെന്ന് പറഞ്ഞ് കരയുമായിരുന്നു. ഐ ലവ് ഇറ്റ്. എന്താ എന്താ കൊന്നുകളയും. യു നോ വാട്ട്, ഐ ലൈക്ക് ഇറ്റ്. ദ ബ്ലഡ്, മർഡർ. മറ്റു 3 പേരെ പോലെ നിനക്കത്ര എളുപ്പത്തിൽ ചാകാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യ്. ഹലോ ഡാ ട്വിറ്റർ ഹീറോ, നിന്റെ ചേട്ടൻ ചാവാൻ പോവുക. എന്റെ ഫാമിലി മാറ്റർ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് നാണം കിട്ടതുപോലെ നിന്റെ ചേട്ടൻ തൂങ്ങിക്കിടക്കുന്നത് നിന്റെ ഫാമിലി, പബ്ലിക്, പോലീസ് എല്ലാവരും അത് കാണണം. അതിനുവേണ്ടി തന്നെ നിന്നെ അന്ന് ഞാൻ കൊല്ലാതെ വിട്ടത്. എടാ സന്ദീപ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു ഫോട്ടോ അയച്ചു തരാം. അത് നീ ട്വിറ്റർ, ഫേസ്ബുക്ക് എല്ലാത്തിലും പോസ്റ്റ് ചെയ്യണം. ഇടാം, പറ്റില്ലടാ. വാ, ആരേ വാ. രഞ്ജിത്തിന്റെ വീട്ടില് ധൈര്യം എല്ലാവർക്കും അൺലിമിറ്റഡ് ആണല്ലോ. സിഗ്നൽ ട്രാക്ക് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇവനെ കൊല്ല്. എന്താ ധൈര്യം? അവരെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഇപ്പൊ മതിയോടാ. ഹലോ, ഞാൻ ഷെയർ ചെയ്യാം ഞാൻ. #cops killed live. ഇത് വെറും പോസ്റ്ററിനാണ്. മെയിൻ പിക്ചർ കുറച്ചു നേരത്തിനാവും വരും. മനസ്സിലായില്ലേ? വീഡിയോ ലിങ്ക്. പ്രധാന വാർത്തകൾ. ക്രൈംബ്രാഞ്ചിലുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയതായി വിവരം ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഈ വാർത്തയും ചിത്രവും വൈറലായി കഴിഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നീ ആണാണെങ്കിൽ കെട്ടയച്ചുവിടും. ചട്ടിക്കുള്ളി ബോംബ് വയ്ക്കുന്ന ജോ കെട്ടയച്ചുവിടാം. ജോ അവനതൊന്നും ചെയ്യില്ല ചീഫ്, പേടിയാ. അവൻ കൊല ചെയ്യുന്ന രീതി കണ്ടാൽ അറിയില്ലേ? മയക്കുമരുന്ന് കുത്തി കെട്ടിയിട്ട് ടോർച്ചർ ചെയ്ത് സൈക്കോ. ഒരുപാട് സിനിമ കാണുമല്ലേ ജോ? വളരെ മനോഹരമായ ഡയലോഗുകളാണല്ലോ. എന്താ എന്താ ആദ്യം യവനെ എന്തെങ്കിലും ചെയ്യണം. തെറ്റ് ചെയ്യുകയാണ് നിങ്ങൾ. സ്ലൈറ്റ് ചേഞ്ച് ഓഫ് പ്ലാൻ. രഞ്ജേ, ജോക്ക് ഗുഡ് ബൈ പറയേ. പറയടാ.
ഞങ്ങൾ കില്ലറുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അവനെ അറസ്റ്റ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഓഫീസേഴ്സിന് മുറിവ് പറ്റിയിട്ടുണ്ട്. പ്ലീസ് എക്സ്ക്യൂസ്. സാർ കൊല്ലപ്പെട്ടത് പോലീസ് ഓഫീസറാണോ? അല്ല, ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരുത്തിന് മനോരോഗം ബാധിച്ച ഒരാളാണ്. ഹീസ് ഫ്രം അമേരിക്ക. ഇപ്പം ഇത്രയും ഞങ്ങൾക്കറിയൂ. പക്ഷെ കില്ലർ പാറ്റേൺ മാറ്റിയിരിക്കുകയാണ്. അവൻ ഇയാളെ എന്തിനാണ് കൊന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കുക. താങ്ക് യു. അന്വേഷണ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചുകൊണ്ട് സീരിയൽ കില്ലർ രക്ഷപ്പെട്ട വിവരം ചെന്നൈയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പോലീസിന്റെ കഴിവുകേടാണെന്നും നാട്ടിൽ നിയമത്തോടുള്ള വിശ്വാസ്യത നശിച്ചതിന് ഇതിലും വലിയ തെളിവ് വേറെ ഇല്ല എന്നും പ്രതിപക്ഷ പാർട്ടി നേതാവ് ഇന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങൾക്കെല്ലാം കോഫി അവിടെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ആൻഡ് വെർ ഈസ് മൈ സൂപ്പർ ഗേൾ? ഹോംവർക്ക് ആണോ? അയ്യോ, എന്തായാലും കൊള്ളാം. ഹായ് ഗൈസ്. ഹായ് ചീഫ്. സിറ്റ് ഡൗൺ. കൈ എങ്ങനെയുണ്ട്? ബെറ്റർ ചീഫ്. ആ, കോഫി കൊള്ളാവോ? കോഫിയൊക്കെ അവിടെ ഇരിക്കട്ടെ ചീഫ്. ഓർത്തിട്ട് തല പെരുക്കുക. അന്ന് ആ ക്രിസ്റ്റഫറെ കെട്ടിത്തൂക്കി തോക്ക് കൊണ്ട് വെടിവെച്ചു. പത്രക്കാരോട് വേറെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞു. ഒന്നും മനസ്സിലാവുന്നില്ല. മീഡിയക്കാരാണെങ്കിൽ പുറകെ നടന്ന് കിഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്. ആ സീരിയൽ കില്ലർ വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ബുദ്ധിശാലികളായ, വലിയ യോഗ്യന്മാരായ, പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ള ഈ 5 പേരെ നമ്മുടെ SP സാറിന്റെ കോർപ്പറേഷനോട് വകവരുത്താൻ പോവാണ്. എൻകൗണ്ടർ നടത്തി കൊല്ലാന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, എൻക്വയറി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാവും. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമ്മുടെ സൈക്കോ കില്ലറാണ് ഈ 5 പേരെയും കൊല്ലാൻ പോകുന്നത്. മാസ്ക് പോലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, താങ്ക്സ് ടു ക്രിസ്റ്റഫർ. അവൻ പോലീസുകാരെ പോലെ പ്ലാൻ ചെയ്ത് നല്ല ആൾക്കാരെ കൊന്നു. നമ്മൾ ക്രിമിനലിനെ പോലെ പ്ലാൻ ചെയ്ത് തെറ്റ് ചെയ്യുന്നവരെ. യു ഗെറ്റ് ഇറ്റ് റൈറ്റ്? ചീഫ്, ഐ ഹാവ് എ ഡൗട്ട്. ഒടുവിൽ നമ്മൾ ആരാണ് ഈ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും? നിന്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഈ 5 പേരിൽ അവസാനമായി ആരാണ് ചാകുന്നത് അയാളാണ് സീരിയൽ കില്ലർ. പക്ഷേ ഡോണ്ട് വറി, ഇത് നമ്മുടെ ടീമിന് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ടാണ്. ബ്രില്യൻ പ്ലാൻ ചീഫ്. ആരാ ചീഫ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്? 4-5 കൊലപാതകങ്ങൾ, ഒരുപാട് കേസിലെ പ്രധാന പ്രതി, ക്വാറി തട്ടിപ്പ്, പൊളിറ്റിക്കലി വെൽ കണക്റ്റഡ്, സമൂഹത്തെ ക്യാൻസർ പോലെ കാർന്നു തിന്നുന്നതായ ഇവനാണ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. ഇവന് ക്യാൻസർ തന്നെയാണ് നമ്മുടെ മാസ്ക്. ചെന്നൈയിൽ നടന്നു വന്ന തുടർ കൊലപാതകങ്ങൾക്ക് അവസാനമായി ശ്യാം രവിചന്ദർ എന്ന കൊടും ക്രിമിനലാണ് നാടിനെ നടത്തിയ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് രഞ്ജിത്ത് കാളിദാസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച രഞ്ജിത്ത് കാളിദാസിനെ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. വീരശൂരനോ നീ വാടാ ധീരനാ, ആരടാ നീ ആരടാ, മുന്നിൽ വാടാ കാണുവാ, കണ്ണിൽ നീ നോക്കടാ, കണ്ണിൻ മുന്നിൽ നിൽക്കടാ, കയ്യിൽ നിന്നെ കിട്ടിയ കണ്ടം തുണ്ടം നീയോ